glorious moments. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ലൈവിൽ കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ ഷിബു പിടിയിക്കലാണ്. ഇന്ന് നമ്മൾ വെച്ചിട്ടുള്ള വിഷയം പ്രാർത്ഥന ഫലിക്കുമോ എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാനായിട്ട്. അടുത്ത മീറ്റിംഗിലേക്ക് പാസ്റ്റർ ഷിബു പിടിയിക്കലിനെ ഹാർദവം സ്വാഗതം. താങ്ക് യു പാസ്റ്റർ. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നതിനുള്ള നന്ദി അറിയിക്കും. പാസ്റ്റർ, നമ്മൾ ഇന്ന് വെച്ചിട്ടുള്ള ഒരു വിഷയം പ്രധാനമായിട്ട് ഈ പ്രാർത്ഥന ഫലിക്കുമോ എന്നുള്ള ഒരു വിഷയം. എനിക്ക് ഒന്നാമത് പാസ്റ്ററോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്നുള്ളത്, എന്താണ് ഈ പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ആദ്യം, അതായത് എന്താണ് അതിന്റെ ഒരു ഡെഫിനിഷൻ, എന്താണ് ഈ പ്രാർത്ഥന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് അത് ക്രിസ്തീയ വീക്ഷണത്തിലായാലും മറ്റു മതങ്ങളുടെ വീക്ഷണത്തിലായാലും പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആയിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ അതെന്തോ ചോദിച്ചു മേടിക്കുന്നു എന്നുള്ള രീതിയിൽ, അത് പ്രാർത്ഥനയ്ക്ക് പല മാനങ്ങളുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ് എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ ഒരു പ്രാഥമികമായിട്ടുള്ള വിശദീകരണം. കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡാണ്. ദൈവത്തോട് സംവദിക്കുക. അപ്പം ദൈവത്തോട് സംവദിക്കുന്നതിനകത്ത് ഇപ്പൊ നമ്മൾ രണ്ടുപേരും തമ്മിൽ വർത്തമാനം പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ട്. അതിനകത്ത് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നൊന്നുമില്ല. ചില സമയത്ത് ചോദിക്കും. അപ്പൊ ഒരു മനുഷ്യര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെയാണ് ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അതിനെയാണ് പ്രാർത്ഥന എന്ന്. അപ്പോൾ പ്രാർത്ഥന എന്നുള്ളത് യഥാർത്ഥത്തിൽ ക്രിസ്തീയ വീക്ഷണത്തിൽ ദൈവമായിട്ടുള്ള ഒരു സംഭാഷണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഈ പ്രാർത്ഥനയ്ക്ക്, അതായത് പാസ്റ്ററുടെ ഒരു സംവാദം ഞാൻ കേട്ടിരുന്നു. ഞാനത് 2-3 പ്രാവശ്യം വളരെ കാര്യഗൗരവമായി തന്നെ ആ വിഷയത്തെ കുറിച്ച്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകത്തിലുള്ള കോടാനുകോടി ആളുകൾ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ പ്രാർത്ഥനയ്ക്ക്, അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് യാതൊരു വിധമായ ഉത്തരവും ലഭിക്കും. അപ്പൊ ആ സംവാദത്തിൽ പോലും അതൊന്ന് ക്ലാരിറ്റി ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എനിക്കത് മനസ്സിലായത്. ചിലർക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നു, ചിലർക്ക് ലഭിക്കുന്നില്ല, ചിലർ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു സമീപനമാണ് പൊതുവെ നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ഒരു ഫലമുണ്ടോ? അതിന് എന്തെങ്കിലും ശാസ്ത്രീയപരമായിട്ട് ഒരു തെളിവ് കൊടുക്കാൻ കഴിയുമോ? അതോ ബൈബിൾ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു തെളിവ് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട്? ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിന് പ്രോമിസ് ഇതൂടെ നമ്മൾ ചേർക്കണം, വാഗ്ദാനം. ഇപ്പൊ എന്ത് പ്രോമിസിന്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പൊ ഞാൻ പാസ്റ്ററോട് പറയാണ്, പാസ്റ്ററെ എന്തെങ്കിലും ആവശ്യമുണ്ട് പറയാൻ മടിക്കല്ല കേട്ടോ, ചോദിക്കണം. അപ്പൊ അതൊരു പാസ്റ്റർക്ക് ഒരു ധൈര്യമാണ്. അപ്പൊ പാസ്റ്റർക്ക് ഒരു 1 ലക്ഷം രൂപയുടെ ആവശ്യം വരുമ്പോ എന്നെ വിളിച്ചു, പാസ്റ്ററെ എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ, അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു പറഞ്ഞ പാസ്റ്റർ പറയുമ്പോ, പാസ്റ്റർ പറഞ്ഞായിരുന്നല്ലോ എന്തെങ്കിലും ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ 1 ലക്ഷം രൂപ പാസ്റ്റർക്ക് തരികയാണ്. കാരണം എന്താ, ഞാൻ അങ്ങനെ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതേസമയം അങ്ങനെ ഒരു പ്രയർ പ്രോമിസ് ഇല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ ചിലപ്പോ കിട്ടും, ചിലപ്പോ ചോദിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ചോദിക്കുന്ന പാസ്റ്ററെ സംബന്ധിച്ചും കിട്ടുമെന്ന് അങ്ങനെ വലിയ ഉറപ്പോ ബോധ്യമോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ വ്യത്യാസം പിടികിട്ടിയോ? ഒത്തിരി ആളുകൾക്കും അവര് പ്രാർത്ഥിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ കാട്ടിലോട്ട് വെടിവെക്കുന്ന പോലെയാണ്. ഈ കാട്ടിലോട്ട് ചുമ്മാ വെടിവെക്കുകയാണ്, ഏതെങ്കിലും മൃഗത്തിനോട്ട് കൊള്ളട്ടെ എന്നോർത്ത് അങ്ങനെ കാടടച്ച് വെടിവെക്കുക. മിക്കവാറും വെടിയുണ്ടൊക്കെ പാഴാകുന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതുപോലെയാണ് ആളുകൾ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു രൂപമൊന്നുമില്ല. അവരെന്തിനാ പ്രാർത്ഥിക്കുന്നത്? എല്ലാവരും ചെയ്യുന്ന കാണുന്നുണ്ട്. ഇപ്പൊ ലോകത്ത് എത്രയോ ആളുകൾ കട ചോദിക്കുന്നു, വായ്പ ചോദിക്കും. കട ചോദിക്കുന്നവർക്കെല്ലാം കിട്ടുന്നുണ്ടോ? ഇല്ല. അവര് ചോദിക്കുന്നു, കിട്ടുകയില്ല, കിട്ടിയില്ല, അവർക്കൊന്നുമില്ല, അവർ വേറെ ആളോട് ചോദിക്കുന്നു. ഇങ്ങനെ ദൈനംദിന ജീവിതം മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പോ കുറെ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ബാങ്കുകളിൽ ലോണിന് അപേക്ഷിക്കുന്നവർക്കെല്ലാം ലോൺ കിട്ടുന്നൊന്നുമില്ല. ബാങ്കുകാർ കടലാസൊക്കെ പരിശോധിച്ചിട്ട് മിക്കവാറും ഒക്കെ റിജക്ട് ചെയ്യും. ഇത് ലോകത്ത് പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനകത്ത് ഈ ക്രിസ്ത്യാനികളുടെ വിശ്വാസം മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യം പ്രാർത്ഥിച്ചാൽ തരാം. ഇപ്പൊ നമുക്ക് പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, ഇങ്ങനെ ഒരു പാട്ടുണ്ട്, ക്രിസ്ത്യാനികളെല്ലാം പാടുന്നതാണ്. അപ്പൊ ഇത് പ്രോമിസസ് നൽകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാനിതൊക്കെ ചെയ്തോളാം. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ കർത്താവ് ഈ പറഞ്ഞ ഇവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവർക്ക് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ടാൽ എന്റെ പിതാവ് പുത്രനിൽ മഹത്വം എടുക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. 2 പേര് ഐക്യപ്പെട്ടാലല്ലേ? ആരാ ഐക്യപ്പെട്ടെ? അല്ല, 2 പേര് പരസ്പരം ഭൂമിയിൽ ഐക്യപ്പെട്ട് ഒരു വിഷയത്തിന് വേണ്ടി, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്, വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് കർത്താവ് ചെയ്തു തരും എന്നുള്ളതാണ് പൊതുവെ
ഞാൻ മനസ്സിലാക്കി പഠിച്ചിട്ടുള്ളത്. അതെ, അങ്ങനെ ആരും ഐക്യപ്പെടുന്നില്ലെന്ന്. ആരെങ്കിലും ഐക്യപ്പെടുന്നുണ്ടോ? ഐക്യപ്പെട്ടാൽ കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞു. പക്ഷെ ഐക്യപ്പെടുന്നില്ലല്ലോ. ഉണ്ടോ ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഐക്യപ്പെടുന്നുണ്ടോ? അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഫലം ഇല്ലെന്നാണോ പാസ്റ്റർ പറഞ്ഞു വരുന്നത്? പ്രാർത്ഥനയ്ക്ക് ഫലമില്ലെന്നുള്ളതല്ല. ഇപ്പൊ ഞാൻ പറയാം, നമ്മൾ ഈ ലോകത്ത് എന്തുമാത്രം കോൺവെർസേഷൻസ് നടക്കുന്നു. മനുഷ്യർ തമ്മിൽ എന്തോരു കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇതുകൊണ്ടെല്ലാം പ്രയോജനമുണ്ടോ? ആ മനുഷ്യരെല്ലാം ഊമയായിട്ടിരുന്നാ പോരെ, എല്ലാം മിണ്ടാവൃതം എടുത്തിരുന്നാ പോരെ? അങ്ങനെയല്ലല്ലോ. നേരം വെളുക്കുമ്പത്തോട്ട് ആളുകൾ സംസാരിക്കും. റേഡിയോ സംസാരിക്കുന്നു, ടെലിവിഷൻ സംസാരിക്കുന്നു, മറ്റു മാധ്യമങ്ങളിലൂടെ എല്ലാ ആളുകളും സംസാരിക്കുന്നു, നേരിട്ട് സംസാരിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നു, നമ്മൾ ടെലിഫോണിലൊക്കെ സംസാരിക്കുന്നു. എല്ലാവരും സംസാരിച്ചുകൊണ്ടേയിരിക്കുക. പ്രയർ ഇസ് എ കോൺവെർസേഷൻ. അപ്പൊ ആ കോൺവെർസേഷനും കൊണ്ട് പ്രയോജനമില്ലെങ്കിൽ ലോകം മൗനമായി പോകത്തില്ലേ, നിശ്ചലമായി പോകത്തില്ല. അപ്പൊ പ്രയർ ഈസ് ഓൾസോ എ കോൺവെർസേഷൻ. അപ്പൊ ദൈവത്തോടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രയോജനമുണ്ട്. ഇപ്പൊ സാജു പാസ്റ്റർ എന്നോട് സംസാരിക്കുന്നതുകൊണ്ട് സാജു പാസ്റ്റർക്ക് പ്രയോജനമുണ്ട്, സാജു പാസ്റ്ററോട് സംസാരിക്കുന്നുണ്ട് എനിക്കും പ്രയോജനമുണ്ട്. പക്ഷെ ആ പ്രയോജനം ഒരുപക്ഷെ പെട്ടെന്ന് നമുക്ക് കാണാനോ ചൂണ്ടിക്കാണിക്കാനോ പറ്റില്ല. പക്ഷെ ഇവൻച്വലി നമുക്ക് അതിന്റെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ നമ്മള് വളരെ ക്ഷമാശീലനായ ഒരാളോട് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ ആ ക്ഷമാശീലം നമ്മളിലേക്ക് വരും. നമ്മൾ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരാളോട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ കുറച്ച് ബ്രില്യൻസ് നമുക്കുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഒരു വളരെ ചരിത്രപരമായ അറിവുള്ള ഒരാളോടാണ് നിരന്തരം ഇടപെടുന്നതെങ്കിൽ നമുക്ക് കുറച്ച് ചരിത്രപരമായ അറിവുകളുണ്ടാവും. അപ്പൊ ആ കോൺവെർസേഷൻ കൊണ്ട് നമ്മൾ ദൈവത്തോടാണ് കോൺവെർസേഷൻ നടത്തുന്നതെങ്കിൽ ദൈവിക സ്വഭാവത്തിൽ നമ്മൾ എന്തായിത്തീരും? പങ്കുകാരായി തീരും. അപ്പൊ അതിനെയാണ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിവൈൻ നേച്ചർ എന്ന് പറയുന്നത്. നമ്മള് ദൈവിക സ്വഭാവത്തിൽ യു ആർ പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് ഡിവൈൻ നേച്ചർ എന്ന് പത്രോസ്ലീഹ പറയുന്നത്. ആ ഡിവൈൻ നേച്ചറിലേക്ക് ഒരു പാർട്ടേക്കറായി മാറും എന്നുള്ളതാണ് ഈ പ്രാർത്ഥന കൊണ്ടുള്ള ഉദ്ദേശം. ഉദാഹരണത്തിന് യേശു തമ്പുരാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മലയുടെ മുകളിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ രൂപം മാറി, ഭാവം മാറി, വസ്ത്രം വെളുത്തു, വെണ്മയായി തീർന്നു. അപ്പൊ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കേർഡ് there. അപ്പൊ പ്രാർത്ഥിക്കുന്ന ആൾക്ക് എന്തുണ്ടായി? രൂപാന്തരം ഉണ്ടായി, ദൈവത്തിനല്ല. അപ്പൊ ഇപ്പൊ ഇവിടെ ഒത്തിരി പേര് പ്രാർത്ഥിച്ച് ദൈവത്തെ മാറ്റാനാണ് ശ്രമിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവരുടെ രൂപാന്തരമാണ് പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവരാണ് മാറുന്നത്, അല്ലാതെ ദൈവം അല്ല മാറുന്നത്. പല ആളുകളും ദൈവത്തിന്റെ അഭിപ്രായം മാറ്റുക, ദൈവത്തിന്റെ കടുംപിടുത്തം മാറ്റുക, ദൈവത്തിന്റെ മനോഭാവം മാറ്റുക എന്നുള്ള രീതിയിൽ ദൈവത്തെ മാറ്റാനാണ് ആളുകൾ പ്രാർത്ഥിക്കുന്നത്. അതാണ് ഒരു പ്രൈമറി അണ്ടർസ്റ്റാൻഡിങ്. ആ അണ്ടർസ്റ്റാൻഡിങ് റോങ് ആണ്. ബിബ്ലിക്കൽ പാറ്റേണിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാണ് രൂപാന്തരം വരും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്കാണ് രൂപാന്തരം വരും. അതിനാണ് പ്രാർത്ഥിക്കുന്നത്. ഈ എന്റെ ഒരു അനുഭവം, അതായത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു, ഒരു ബിലിവേഴ്സ് ചർച്ചിന്റെ ഒരു വീഡിയോ. ഞങ്ങളുടെ നാട്ടിൽ ഇടുക്കി ജില്ലയിൽ അടിമാലിക്കടുത്ത് മാങ്കുളത്ത് ഒരു ബിലിവേഴ്സ് ചർച്ച് കാട് കയറി അതിൻ്റെ അകത്ത് സാമൂഹ്യ വിരുദ്ധരും ആഭാസന്മാരും മദ്യപാനികളും അതിൻ്റെ അകത്ത് കൂടുകൂട്ടിയിരിക്കും. പള്ളിയുണ്ട്, പാർഷനേജുണ്ട്. അതായത് ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ ആരാധനാലയത്തിൽ 100 കണക്കിന് പേര് വന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആരാധനാലയം ഇന്ന് അത് മദ്യപാനികളുടെയും ആഭാസന്മാരുടെയും ഒരു കേന്ദ്രമാക്കി അനാശാസ്യ പ്രവർത്തനങ്ങൾ വരെ അതിൻ്റെ അകത്ത് നടക്കുകയാണ്. ബിലിവേഴ്സ് ചർച്ച് അത് നോക്കുന്നത്. പക്ഷേ അവിടെയൊക്കെ ഈ ആരാധനാലയത്തിൽ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, ഇതെല്ലാം നടന്നതാണ്. അപ്പം ഈ ചർച്ചിന് വേണ്ടിയിട്ടും ചർച്ചിലെ വിശ്വാസികൾക്ക് വേണ്ടിയും ഒക്കെ നടന്നതാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് വലിയ പണ്ഡിതന്മാരൊക്കെ വന്ന് പ്രസംഗിച്ച ഒരു സ്ഥലമാണ്. എന്റെ ഒരു ചോദ്യം ഇതാണ്, ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, പ്രത്യേകിച്ച് ഞങ്ങളുടെ ആളുകളാണ് ഇത് എടുക്കുന്ന ബന്ധക്കോസുകാരാണ്. ഞാൻ ഇതിന്റെ അകത്ത് വലിയ റിസൾട്ട് ഒന്നും കണ്ടിട്ടില്ല. കാരണം ഞാൻ പൊതുവെ ഒന്ന് വീക്ഷിച്ച് നോക്കുമ്പോൾ ഒരു കടബാധ്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ കടബാധ്യത അവന്റെ ഇരട്ടിയാകുന്നതല്ലാതെ അത് കുറയുന്നതായിട്ട് വളരെ അപൂർവമായിട്ട് കാണും. എന്റെ ഒരു ചോദ്യം, ഇതുപോലെയുള്ള ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 21 ദിവസം, 40 ദിവസം ഇങ്ങനെയുള്ള ഉപവാസ പ്രാർത്ഥന കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം പ്രാർത്ഥിക്കുന്നവർക്കോ മീറ്റിംഗ് നടക്കുന്നവർക്കോ സമൂഹത്തിനോ ഉണ്ടായതായിട്ട് പാസ്റ്ററുടെ അറിവിലുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്, അതില്ലാത്തത് എന്തുകൊണ്ട്? വളരെ പ്രയോജനമുണ്ട്. ഈ ഉപദേശിമാർക്ക് അത് വളരെ പ്രയോജനമാണ്. കാരണം അവർക്ക് മീറ്റിംഗ് ഇപ്പം 21 ദിവസത്തെ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ 42 സെഷൻ വരും ഏറ്റവും കുറഞ്ഞത്. 42 ഉപദേശിമാർക്ക് യാത്രപ്പടിയും ഭക്ഷണവും ഒക്കെ കിട്ടും. അവർക്ക് ഒരു എൻഗേജ്മെന്റ് ആവും. പിന്നെ ചുമ്മാ ഇരിക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് ഒരുമിച്ച് കൂടാനും പാട്ടുപാടി പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു അവസരം, ഒരു കൂട്ടായ്മ. ആ വീട്ടുകാർക്ക് ഒരു മനസ്സന്തോഷം. അവരുടെ വീട്ടിൽ 10 ദിവസത്തേക്ക് ഇങ്ങനെ ആള് വരിക, പോവുക, ഭക്ഷണം ഉണ്ടാക്കുക, ഒരു ഉത്സവ പ്രതീതി പോലെ. അവർക്ക് കുറച്ച് പണച്ചെലവുണ്ടാവും, എങ്കിലും ഒരു സന്തോഷം. ഇങ്ങനെയൊക്കെയുള്ള, അല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. ഈ 21 ദിവസം ഉപവാസം ഇരിക്കുന്നുണ്ട്, ദൈവം പേടിക്കൊന്നുമില്ല. യൂസ്ലെസ് ആണ്, ഒരു പ്രയോജനമില്ല. അത്
അതിപ്പോ അത് വർദ്ധിച്ചു വരികയാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാ ദിവസവും ഫേസ്ബുക്കും വാട്സപ്പും എടുത്ത് നോക്കുമ്പോൾ ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ കൂടെ ആണെങ്കിലും നിരവധി ഉപവാസ പ്രാർത്ഥനകളും വിടുതൽ ശുശ്രൂഷകളും ഒക്കെയാണ്. ഞാൻ ഒന്ന് അവലോകനം ചെയ്തോട്ട് ഇതിന്റെ അകത്ത് വലിയ റിസൾട്ട് ഒന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്ന് മാത്രമാണ്. അതെ അതെ അതെ. ഈ അടുത്ത കാലത്ത് ഒരു ആൾ എനിക്ക് ഒരു മെസ്സേജ് ഇട്ടു, മെസ്സേജ് ഒരു പോസ്റ്റർ. ഞാനിവിടെ ചുമ്മാ ഇരിക്കായിരുന്നോണ്ട് ഞാൻ ആ നമ്പർ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ എങ്ങനെയാ ഉപവാസ പ്രാർത്ഥന. അപ്പൊ ഉപവാസ പ്രാർത്ഥനയാണ് 20 ദിവസം. അപ്പൊ ഞാൻ ആരാണ് ഉപവസിക്കുന്നത്? അപ്പൊ അങ്ങനെ ആരുമില്ല, ഉപവസിക്കുന്ന ആളില്ല. അത് അവളൊരു ഇഷ്ടം പോലെ ഉപവസിക്കും. ഞാൻ പിന്നാലെ നിങ്ങൾ 21 ദിവസം ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോ ഈ ഉപവാസത്തിൽ ഇരിക്കുന്ന ഈ ഹിന്ദുക്കളെ യാഗം നടത്തുമ്പം യജമാനൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് യാഗത്തിൽ. യജമാനാണ് ഇത് നയിക്കുന്നത്. ആദ്യം തൊട്ട് അവസാനം വരെ പുള്ളി മുഖ്യ കാർമ്മിക അവർ യജമാനെന്നാ വിളിക്കുന്നത് യാഗത്തിന്റെ. അപ്പൊ ഇതൊരു പെന്തക്കോസ്തുകാരുടെ യാഗമാണല്ലോ. ഇതിൽ യജമാനൻ ആരാണ്? അപ്പൊ അങ്ങനെ ആരുമില്ല സാർ. കാരണം ഇതിപ്പം മിക്കവർക്കും ഒക്കെ പല പ്രശ്നങ്ങളും, പ്രഷർ, ഷുഗർ, മറ്റ് ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ അങ്ങ് ഉപവസിക്കാൻ പറ്റില്ല. പിന്നെ കിട്ടുന്ന അവസരം പോലെ ഓരോരുത്തർ ഉപവസിക്കും. അപ്പൊ ഞാൻ 21 ദിവസം ഉപവാസം എന്ന് പറഞ്ഞാൽ അപ്പൊ ഒരാൾ പോലും 21 ദിവസം ഉപവസിക്കുന്നില്ല. പക്ഷെ 21 ദിവസം ഞങ്ങൾ മീറ്റിംഗ് നടത്തും എന്ന് പറഞ്ഞ ആളുകളെ ഓരോന്ന് പറഞ്ഞ് വഞ്ചിക്കുക. ഇങ്ങനെയാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്ത്യാനിറ്റിയിലുള്ള വിശ്വാസം ആളുകൾക്ക് നഷ്ടപ്പെടുന്നത്. കാരണം കർത്താവ് പറഞ്ഞു ഇങ്ങനെയല്ലോ, നിങ്ങൾ ഈ സമരം സെക്രട്ടേറിയറ്റിന്റെ പഠിക്കുന്ന 40 ദിവസം കുത്തിയിരിപ്പ് സത്യാഗ്രഹം എന്നൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെ ഉപവാസം നടത്തിയാൽ ദൈവം അതിൽ പ്രസാദിക്കുക. അതിന്റെ കാരണം നമുക്ക് ഹിന്ദു പുരാണത്തിൽ നിന്നൊക്കെ ഒത്തിരി ഇൻസ്പിറേഷൻസ് ഉണ്ട്. കാരണം ഹിന്ദു പുരാണങ്ങളിലൊക്കെ ദേവപ്രീതിക്ക് വേണ്ടി ഇങ്ങനെ ഒറ്റക്കാലിൽ തപസ് ചെയ്യുക, പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്യുക, പിന്നെ വിരലുകൾ മുറിച്ച് തീക്കകത്തോട്ടിട്ട്, പിന്നെ കൈ മുറിച്ചിട്ടു, പിന്നെ അവസാനം തല മുറിച്ചിടാൻ നേരത്ത് ഒരു നിവൃത്തിയില്ലാതെ ദേവൻ പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനത്തെ ഒക്കെ കഥകൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇവര് മുട്ടായി നിൽക്കുക, ഡ്രം അടിച്ചു പൊട്ടിക്കുക, കൈയടിച്ച് പൊട്ടിക്കുക, കീബോർഡ് കുത്തി പൊട്ടിക്കുക, സൗണ്ട് സിസ്റ്റത്തിന്റെ വോളിയം കൂട്ടി വെക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ദൈവം പേടിച്ച് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അടിയനിതാ നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുക എന്നുള്ളതാണ് ഈ വിഡ്ഢികളുടെ ചിന്ത. അപ്പൊ അതൊന്നും നത്തിങ് ഡൂയിങ്, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ ഇവർക്ക് ഇപ്പൊ ജിംനാഷ്യത്തിൽ പോയി കഴിഞ്ഞാല് കുറെ നേരം ട്രെഡ്മില്ലിൽ ഓടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെഷീനെ പിടിച്ച് ചവിട്ടുവോ പിടിക്കുകയോ ഒക്കെ ചെയ്ത് 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ചെറിയൊരു ഈ ജിമ്മിൽ പോകുന്നവർക്ക് കിട്ടുന്ന അത്ര സുഖം ഈ പെന്തക്കോസ്ത് ഹോളിൽ പോകുന്നവർക്ക് കിട്ടുന്നില്ല. കാരണം നല്ലപോലെ വർക്കൗട്ട് ചെയ്തിട്ട് ഫാന്റെ കീഴെ വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മീയ അനുഭൂതി ഈ പെന്തക്കോസ്തിൽ കിടന്ന് തിത്തിത്തൈ വെച്ച് കഴിയുമ്പോൾ കിട്ടുന്നില്ല. ഇപ്പൊ ഇത്രേ ഉള്ളൂ ഇവര് ചെയ്തുകൊണ്ടിരിക്കുക. സിമ്പിളാണ്. അല്ല, ഞാൻ അതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യത്തോടെ ഞാൻ ഈ 40 ദിവസവും 20 ദിവസവും ഈ ഉപവാസം എടുക്കുന്നവരുടെ ജീവിതത്തില് അവരുടെ സ്വഭാവത്തിനൊന്നും ഒരു മാറ്റവും ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല. കാരണം ഞാൻ പലരും നിരീക്ഷിച്ചിട്ടാണ് ഞാൻ ഇതിന്റെ ഈ പറയുന്നത്. അവർക്ക് ഒരു വ്യത്യാസം, അവരുടെ ദേഷ്യത്തിനൊരു കുറവോ, അല്ലെങ്കിൽ അവരുടെ അത്യാഗ്രഹത്തിനൊരു കുറവോ, അല്ലെങ്കിൽ അവരുടെ പണത്തോടുള്ള ആർത്തിക്ക് ഒരു കുറവോ, ഇങ്ങനെയൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതിലും മെച്ചമാണ് സ്വാമിമാരെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഞാനിവിടെ ഈ വാരണാസിയിലൊക്കെ ഒരുപാട് സ്വാമിമാരെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ സ്വയം ത്യാഗം ചെയ്ത് അവര് വീടും കൂടും എല്ലാം വിട്ട് ഇവിടെ വന്ന് കിടക്കുക. ഇവിടെ മരിച്ച ഈ ഗംഗാ നദിയിലേക്ക് ലയിച്ച് ചേരാൻ വേണ്ടിയിട്ടാണ് അവർ വന്ന് കിടക്കുന്നത്. അവരെല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഇരിക്കും. ഈ ഇത്രയും ഉപവാസം എടുക്കുന്നു എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസവും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിച്ചത്. അങ്ങനെയെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥനയാണല്ലോ. ആ പ്രാർത്ഥനയെ എങ്ങനെയാണ് നിർവചിക്കുന്നത്? നമ്മൾ ഇപ്പം പ്രാർത്ഥനയും ഈ ഉപവാസ പ്രാർത്ഥനയുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഈ പ്രാർത്ഥന അതൊരു ശരിയായ രീതിയിലാണോ പോകുന്നത്? അതോ പ്രാർത്ഥനയുടെ യഥാർത്ഥ അർത്ഥം ഇവർക്ക് മനസ്സിലാകാതെയാണോ ഇവര് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ആശയം മനസ്സിലായിട്ടുണ്ട്. എനിക്ക് ഇതിനൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്കിങ്ങനെ സിമ്പിൾ ആയിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം ഉള്ളപ്പോൾ പിന്നെ നമ്മൾ ഈ 40 ദിവസവും 30 ദിവസവും ഒക്കെ ഉപവാസം എടുത്ത് അത്രയും കൂടെ സമയം കളയേണ്ട ആവശ്യകത ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ പറഞ്ഞ ഈ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോ ഇത് നമുക്ക് വിജാതീയരുടെ ഇടയിൽ നിന്ന്, വിജാതീയർ എന്ന് പറഞ്ഞാൽ തരം താഴ്ത്തി പറയുന്നതല്ല, മറ്റ് വിഭാഗങ്ങളുടെ കാഴ്ചപ്പാടുകളുണ്ട് പ്രാർത്ഥനയെ സംബന്ധിച്ച്. അത് ഞാൻ മുമ്പ് പറഞ്ഞു. ഒന്ന്, ഭാരതീയമായ ചിന്തകൾ, ഒരു ഇഷ്ടദേവനെ പ്രസാദിപ്പിക്കുക, ഇഷ്ടദേവനെ പ്രത്യക്ഷപ്പെടുത്തുക. അപ്പൊ ഇഷ്ടദേവ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഇങ്ങനെ തപസ് ചെയ്യുക, പ്രാർത്ഥിക്കുക, നോമ്പ് നോക്കുക, ഇങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്ന് അവസാനം ആ ദേവൻ പ്രത്യക്ഷപ്പെടുന്നു, അല്ലെ ദേവി പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ ഫലം വരം കൊടുക്കുന്നു. അപ്പം വരദായിനി, വരവർണിനി, അന്നപൂർണേശ്വരി എന്നൊക്കെ പറഞ്ഞ് ഇവരെ സംബന്ധിച്ച് ആ വരം കിട്ടാൻ വേണ്ടി ഇഷ്ടദേവ പ്രസാദവും ഇഷ്ടദേവി പ്രത്യക്ഷതയും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ച് അവസാനം വശം കെട്ട് ദൈവം എന്ത് ചെയ്യും? ഭക്തന് വേണ്ടി അങ്ങ് പ്രത്യക്ഷപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ അങ്ങ് പ്രവർത്തിക്കും. ഈ ഒരു ഫൗണ്ടേഷനിലാണ് ഇവർ ഈ ഉപവാസ പ്രാർത്ഥന നടത്തുന്നത്. അപ്പം ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു. അപ്പൊ യേശുക്രിസ്തു പറയാണ്,
എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അപ്പൊ ഇതാണ് ഒരു പ്രാർത്ഥനയുടെ മാതൃക ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ കാണുന്നത്. പിന്നെ കർത്താവ് മത്തായി ശ്ലീഹയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ പറയുന്നത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ വിജാതീയരായ ആളുകൾ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലോങ് 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 പ്രേയേഴ്സ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ആ ഒരു ചെറിയ പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് കർത്താവ് പറയാ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് മതി എന്ന് പറഞ്ഞാൽ ആ ഷോർട്ട് പ്രേയർ ഈസ് ഇനഫ്. എന്നിട്ട് പറയാണ്, നീളമുള്ള പ്രാർത്ഥന വേണമെന്ന് നിങ്ങൾക്ക് തോന്നും, അത് വിജാതീയരാണ് അങ്ങനെ ചിന്തിക്കുന്നത്. നീട്ടി പ്രാർത്ഥിക്കുന്നത് ജാതികളാണെന്നും ജാതികളാണ് നീട്ട പ്രാർത്ഥന കൊണ്ട് പ്രയോജനമുണ്ടെന്ന് വിചാരിക്കുന്നതെന്നും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന് അറിയാമെന്നും അതുകൊണ്ട് ഷോപ്പിംഗ് ലിസ്റ്റ് ഒന്നും ദൈവത്തിന് കൊടുക്കണ്ടെന്നും ഇത് നീട്ടിപ്പിടിച്ച് ദൈവസന്നിധി വരണ്ടെന്നും കർത്താവ് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഉപദേശം പെന്തക്കോസ്തുകാർ സ്വീകരിക്കുന്നില്ലെന്നുള്ളതാണ്. ഒരു പ്രാവശ്യം പോലും വായിക്കുന്നുമില്ല. കാരണം യേശു പറഞ്ഞു, ഇതൊന്നും വേണ്ട, അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണ്ട, നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് അങ്ങോട്ട് ചെല്ലണ്ട, കാരണം ദൈവത്തിനെല്ലാം അറിയാം. എന്നിട്ട് പറയാം, നിങ്ങളുടെ തലയിലെ ഒരു രോമം താഴെ വീഴണമെങ്കിൽ അതുപോലും എന്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ വീഴുന്നില്ല. നിങ്ങൾ എന്തിനാണ് ആകുലപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നത്? അപ്പൊ ഈ ഭൂമിയിൽ ഏറ്റവും സൗഭാഗ്യവാന്മാരും സൗഭാഗ്യവതികളുമായി സ്വസ്ഥതയും സമാധാനവും അനുഭവിച്ച് സന്തോഷപൂർണമായ ജീവിതം നയിക്കേണ്ട വ്യക്തിയാണ് ഒരു ക്രിസ്ത്യാനി. കാരണം ഇപ്പൊ സാജു പാഷ പറയാണ്, സാജു പാഷക്ക് എത്ര രൂപ കടമുണ്ട്, സാജു പാഷക്ക് എത്ര രൂപയുടെ ആവശ്യമുണ്ട്, സാജു പാഷക്ക് എത്ര ജോഡി ഷർട്ടുണ്ട്, സാജു പാഷക്ക് എത്ര ജോഡി ചെരുപ്പുണ്ട്, സാജു പാഷയുടെ നാളത്തെ പരിപാടി എത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാഷയേക്കാൾ കൃത്യമായിട്ട് ദൈവത്തിന് അറിയാമെന്ന് യേശു പറഞ്ഞിരിക്കുക. അപ്പൊ എന്നേക്കാൾ നന്നായി എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള അടിസ്ഥാനപരമായ ഒരു ധാരണ ഒരാളുടെ ഹൃദയത്തിൽ രൂപപ്പെടുമ്പോൾ അവനുണ്ടാകുന്ന സാധനത്തിന്റെ പേരാണ് സമാധാനം, സ്വസ്ഥത. ഇത് ഇവിടെ ഏതെങ്കിലും ക്രിസ്ത്യാനിക്കുണ്ടോ? ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ചിന്തിക്കുന്നുണ്ടോ, മൈ ഗോഡ് നോസ് മീ ബെറ്റർ ദാൻ ഐ നോ മൈ സെൽഫ്? സാജു പാഷക്ക് എത്ര ഷർട്ടുണ്ട്? എനിക്കൊരു 15 ഷർട്ടുണ്ട്. അതിൽ കൂടുതലുള്ളൂ, കുറവില്ല. അറിയത്തില്ല. അതായത് നമുക്ക് എത്ര ഷർട്ട് ഉണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല. നമ്മളെപ്പറ്റി എനിക്കറിയത്തില്ല എന്റെ കയ്യിൽ എത്ര ഷർട്ട് ഉണ്ടെന്ന്, അല്ലെങ്കിൽ എനിക്കറിയത്തില്ല എന്റെ കയ്യിൽ എത്ര വാച്ച് ഉണ്ടെന്ന്, അല്ലെങ്കിൽ എനിക്കറിയത്തില്ല എന്റെ കയ്യിൽ എത്ര ചെരുപ്പുണ്ടെന്ന്. ഇത് ഓരോരുത്തരുടെ അവസ്ഥയാണ്. പക്ഷെ ദൈവം പറയാണ്, അപ്പൊ യേശു പറയുന്നത് നിന്റെ തലയിലെ മുടിയുടെ എണ്ണം വരെ അറിയാവുന്നത്. അപ്പൊ പോയില്ലേ? ഇപ്പൊ തലയിലെ മുടിയുടെ ഒക്കെ എണ്ണുന്ന ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ തലമുടി വരെ എണ്ണി തിട്ടപ്പെടുത്തിയ ഒരു പിതാവുണ്ടെന്നുള്ള ബോധ്യമാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞ വേണ്ടത്. തലമുടി വരെ എണ്ണി തിട്ടപ്പെടുത്തിയ ഒരു ദൈവം എനിക്കുണ്ടെന്നും, അപ്പൊ പിന്നെ ആ ദൈവത്തിന് എന്നെ പറ്റി എല്ലാം അറിയാമല്ലോ. സാജു പാഷയുടെ ഭാര്യക്ക് അറിയോ സാജു പാഷയുടെ തല എത്ര മുടി ഉണ്ടെന്ന്? അറിയാൻ വഴിയില്ല, അറിയത്തില്ല. അപ്പൊ അതാ പറഞ്ഞേ, അപ്പൊ ദൈവം അങ്ങനെയാണെന്ന് യേശു പറയാം. അപ്പൊ നിന്റെ തലയിലെ മുടിയുടെ എണ്ണം വരെ അറിയാവുന്ന ആ ദൈവത്തിന്റെ അടുത്ത് നിന്നിട്ടാ നീ ഈ ഗീർവാണം മുഴുവൻ അടിക്കുന്നത്. കർത്താവേ, നീ അറിയുന്നുവല്ലോ ഓസ്ട്രേലിയയിലെ ശോശാമ, എന്ത് ശോശാമ, പോടാ. പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥന മുഴുവൻ സൈലൻസ് ചെയ്യപ്പെടേണ്ടതാണ്. ദൈവസന്നിധിയിൽ യാതൊരു അർഹതയും യോഗ്യതയും മാന്യതയും ഇല്ലാത്ത ചുമ്മാ ചപല പല എന്നാണ് ഇവർ പറയുന്നത്. അത് പ്രാർത്ഥനയൊന്നുമല്ല. കാരണം ദൈവത്തെ പറ്റി ആദ്യം മനസ്സിലാക്കണം. യേശുക്രിസ്തു പറയാണ്, നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തലമുടിയുടെ എണ്ണം വരെ എടുത്തിട്ടുണ്ട്. ആ ദൈവസന്നിധിയിൽ മൗനമായി ഇരിക്കാനല്ലാതെ, ഏങ്ങലടിക്കാനല്ലാതെ, നന്ദി പറയാനല്ലാതെ ഈ ഷോപ്പിംഗ് ലിസ്റ്റ് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ദൈവത്തെ പറ്റി ഇവർക്ക് യാതൊരു ധാരണയില്ല, ആ ദൈവത്തോട് ബന്ധവും ഇല്ല. അപ്പൊ ദൈവത്തെ പറ്റി ധാരണയില്ല, ദൈവത്തോട് ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ എത്ര നേരം വേണം പ്രാർത്ഥിക്കാം? അതാ 20 ദിവസവും 40 ദിവസവും പ്രാർത്ഥിക്കും, വേണ്ടി വന്ന 60 ദിവസവും പ്രാർത്ഥിക്കും. ഈയിടെ ഒരു പൊന്നുമ 100 ദിവസം പ്രാർത്ഥിക്കുന്നത് കുമ്പനാട്ട് ഉണ്ടായിരുന്നോ? ജേക്കബ് ജോൺ ഉണ്ടല്ലോ, IPCയിലെ ഒരു കർമ്മം പ്രസിഡന്റ്. 100 ദിവസമാണ് പ്രാർത്ഥിച്ചത്. എന്ത് തേങ്ങ അവൻ പ്രാർത്ഥിച്ചത് എനിക്കറിയത്തില്ല. ദൈവം എന്നാണ് മനസ്സിലാവുന്നു. ഈ 20 ദിവസം ഞാൻ ഈ ഇത്രയും ദീർഘമായിട്ട് ഉപവാസം എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ബലാത്കാരം ചെയ്യുന്ന, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് പിടിച്ചു പറിക്കുക എന്നുള്ള ഒരു മനോഭാവമായി വരികയല്ലേ ശരി? അതായത് ദൈവത്തെ കൊണ്ട് നിർബന്ധിച്ച് പിടിച്ചു പറിച്ച് മേടിപ്പിക്കുക, അല്ലെങ്കിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുക. ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പോൾ എന്നാ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പാസ്റ്റർമാരാണ് ഇങ്ങനെ ഉപവാസവും എല്ലാം ക്രമീകരിക്കുന്നത്. ഇത് അവരുടെ വിശ്വാസികളെയും പഠിപ്പിക്കുകയാണ്. നമുക്ക് ഈ മുള്ളുകൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ട സാഹചര്യം പോലെയാണ് ഇപ്പൊ പാസ്റ്റർ പറഞ്ഞ പോലെ ഈ ദൈവത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഈ പാസ്റ്റർമാര് വിശ്വാസികളുടെ മുകളിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് 40 ദിവസം അല്ലെങ്കിൽ ഇത്ര ദിവസം, 3 ദിവസം 7 ദിവസം ഉപവാസം എടുത്താലേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങനെ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവം കേൾക്കുകയുള്ളൂ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ദൈവം ഒരു പരിഹാരം തരികയുള്ളൂ എന്ന് ഒരു പഠിപ്പിക്കൽ ഇവരുടെ ഈ സ്വാർത്ഥത കൊണ്ട്, പാസ്റ്റർമാർക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഉപവാസ പ്രാർത്ഥന നടത്തുന്നത്. അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. പാസ്റ്റർ പറഞ്ഞ പോലെ
അവർക്ക് കൂട്ടായ്മ വേണം, മീറ്റിംഗ് വേണം, പോരാൻ നേരത്തെ വട്ടത്തില്ല, പിന്നെ ഒരു പോക്കറ്റ് മണിയും വേണം. ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ നടത്തുന്നത്. അത് പാവം പിടിച്ച് വിശ്വാസികൾ കറവ പശുക്കളെ പോലെ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ 10 രൂപ പലിശയ്ക്ക് പൈസ മേടിച്ച് ഉപവാസ പ്രാർത്ഥന നടത്തിയവരെ എനിക്കറിയാം. ഒരു വർഷത്തെ റബ്ബർ തോട്ടം വേറൊരാൾക്ക് വിറ്റിട്ട് ഉപവാസ പ്രാർത്ഥന എടുത്തിട്ട്, പാക്കും തോട്ടം കൊടുത്തിട്ട് ഉപവാസ പ്രാർത്ഥന നടത്തിയ എനിക്കറിയാം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാസ്റ്ററുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി, ഗീസ വീർപ്പിക്കാൻ വേണ്ടി ഈ വിശ്വാസികളെ ഒരു കറവ പശുക്കളാക്കുന്നു അല്ലേ ശരിക്കും പറഞ്ഞ? ഇതൊരു വലിയൊരു തെറ്റല്ലേ ശരിക്കും പറഞ്ഞ ഇവര് ചെയ്യുന്നത്? കാരണം ദൈവത്തെ ഇത്രയൊരു ഭീകരനായി ചിത്രീകരിച്ച് 7 ദിവസം നിരന്തരമായി മുട്ടിപ്പായി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം നൽകണമെങ്കിൽ ഇത്ര ദിവസം വെള്ളം കുടിക്കാതെ ഉപവാസം എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ ജനത്തെ പഠിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ ഇതൊരു വലിയ വഞ്ചനയല്ലേ ശരിക്കും പറഞ്ഞ് ചെയ്യുന്നത്? അതെ, അതിന്റെ കാര്യം അത് ഈ ദ്വൈത്വവാദം കൊണ്ടാണ്. ഡ്യുവലിസം എന്ന് പറയും. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ലോകത്ത് 2 രീതിയിലുള്ള ദർശനമുണ്ട്. ഡ്യുവലിസം ഉണ്ട്, നോൺ ഡ്യുവലിസം ഉണ്ട്. ഇപ്പൊ ഈ ഡ്യുവലിസം എന്ന് പറഞ്ഞാൽ ദൈവം വേറെയാന്നുള്ള, ദൈവം സൃഷ്ടി ഒന്ന്, സൃഷ്ടാവ് വേറൊന്ന്. ഇപ്പം വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുമുണ്ട്. അപ്പൊ ഞാനത് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടില്ല, വെളിച്ചം ഇല്ലെങ്കിലാണ് ഇരുട്ടുള്ളത്. വെളിച്ചം ഉണ്ടെങ്കിൽ ഇരുട്ടുണ്ട്, വെളിച്ചം ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് ഇരുട്ടെന്ന് പറയുന്നത്. അപ്പൊ ലൈറ്റ് എനർജി എന്ന് പറഞ്ഞൊരു എനർജി ഉണ്ട്, പക്ഷെ ഡാർക്ക് എനർജി അങ്ങനെ ഒരു എനർജി അല്ല, ആബ്സെൻസ് ഓഫ് ലൈറ്റ് ആണ്. അപ്പൊ അതുപോലെ ഇവര് ദൈവം നമ്മളിൽ നിന്ന് വ്യത്യസ്തനായിട്ട് വേറൊരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അതുകൊണ്ട് ആ ദൈവം വിദൂരസ്ഥനും അദൃശ്യനുമായിരിക്കുന്ന ആ ദൈവത്തോട് നമ്മൾ ഉച്ചത്തിൽ നിലവിളിച്ച് റിമോട്ടഡ്ലി ഹി കൺട്രോൾസ് ദിസ് വേൾഡ്. റിമോട്ട് കൺട്രോൾ അറിയാമല്ലോ, നേരിട്ട് ബന്ധമില്ല. അപ്പൊ ദൈവം ഒരു റിമോട്ട് പ്ലേസിൽ ഇരുന്നിട്ട് ഇങ്ങനെ വെക്കുകയാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കും. അതിനാണ് ഈ പെന്തക്കോസ്തുകാർ അവസാനം ഒക്കെ കാർന്നോലോ കേൾക്കുമാത്തോട്ട് തേങ്ങ ഇവനെ എന്തിനു കിടന്ന് അലറുന്നേ. അപ്പൊ ഇത് ദൈവം വേറെ എങ്ങാണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഈ ഒരു പരമ്പരാഗത ചിന്താഗതിയെ തകർക്കുവാനാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. അതാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം മാംസമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞ് നമ്മുടെ ഇടയിൽ പാർത്തു. എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനായി. ഇനി നമ്മൾ ദൈവത്തെ കാണേണ്ടത് എവിടെയാ? മനുഷ്യനിലാണ്. പാഷയുടെ വീട്ടിൽ മാങ്ങാപ്പഴം ഇരിപ്പുണ്ട്, ആ മാങ്ങാപ്പഴം ജ്യൂസായി. ഇനി മാങ്ങാപ്പഴം പോയി ഷെൽഫിൽ നോക്കിയിട്ട് കാര്യമുണ്ടോ? ഇനി ജ്യൂസ് കുടിക്കാന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ദൈവം മനുഷ്യനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടും പിടികിട്ടുന്നില്ല. എന്നിട്ടും വേറെ എങ്ങാണ്ടൊരു ദൈവം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പുള്ളിയെ പിടിക്കാൻ നടക്കുക. ദൈവം മനുഷ്യനായി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ എവിടെയാ കാണണ്ടേ? മനുഷ്യൻ. അതാണ് ഈ സഭ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. എന്നിട്ട് പറയുകയാണ്, സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എവിടെ? സ്വർഗത്തിലും ഭൂമിയിലും. ആർക്ക് നൽകപ്പെട്ടിരിക്കുന്നു? മനുഷ്യനായ ക്രിസ്തു യേശുവിന് നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവസാനം ഒരു വാചകം കൂടെ പോകാൻ നേരത്ത് പറയുകയാണ്, ഈ സകല അധികാരവും ഞാൻ നിങ്ങൾക്ക്. അപ്പൊ ഇന്ന് all authorities and powers were given and entrusted with humanity. ഇതാണ് പ്യുവർ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ എല്ലാ അധികാരവും എല്ലാ ശക്തികളും എല്ലാം മനുഷ്യവർഗത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു ദൈവത്തെ നോക്കി കൂകിയിട്ട് കാര്യമില്ല. നിന്റെ കാര്യങ്ങളെല്ലാം നടത്താനുള്ള പവറും അതോറിറ്റിയും എല്ലാ വരങ്ങളും മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അത് ഒരുപക്ഷെ നീ പ്രതീക്ഷിക്കുന്നിടത്തായിരിക്കുകയല്ല ഈ നന്മ. ഉദാഹരണത്തിന് മുറിവേറ്റ് വഴിയെ കിടക്കുന്ന ഒരാൾ, അവൻ ഇങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ വരുന്നു. ഇവൻ പ്രതീക്ഷിച്ച് ഇടവപ്പള്ളിയിൽ അച്ഛനാ വരുന്നത്, ഉറപ്പായിട്ടും എന്നെ സഹായിക്കും, കാരണം നമ്മൾ ഇടവക്കാരനാണല്ലോ. അച്ഛോ ഊയ്. അപ്പൊ അച്ഛൻ എത്തി നോക്കിയിട്ട് എന്ത് ചെയ്തു? മൈൻഡ് ചെയ്യാതെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കപ്പ്യാർ വന്നു. അപ്പം അവൻ മനസ്സിലായി, കാരണം ഇവ മാസവരി കൊടുക്കുന്നത് അത് തന്നെയല്ല കപ്പ്യാർക്ക് ഇവൻ ഇടയ്ക്കിടയ്ക്ക് തൊട്ട് കൊടുക്കുന്ന. അപ്പൊ കപ്പ്യാർ വിളിക്കും, കപ്പ്യാർ നോക്കി വെച്ചു. കപ്പ്യാർ അച്ഛന്റെ പിറകെ ഓടി. അങ്ങനെ ഇവൻ കടന്നു. പ്രതീക്ഷയില്ലായിരുന്നപ്പോഴൊക്കെ ഒരു ശമരിയക്കാരൻ വരുന്നു. ഞാൻ ശത്രുവാ. ശമരിയക്കാരനെ കണ്ടപ്പോഴേക്ക് ഇവൻ ചത്തപോലെ കടന്നു. കാരണം ഇവൻ അറിയാം ശമരിയക്കാരൻ ചെറിയ ഇണക്കം കെട്ട വല്ല കല്ലും എടുത്ത് തലയിലിടും, ശത്രുവാണല്ലോ, കൊല്ലും. പക്ഷെ ഇവന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ശമരിയക്കാരൻ ഇറങ്ങി വന്ന് ഇവനെ നോക്കി, വിരൽ വെച്ച് നോക്കി, നാടി പിടിച്ചു നോക്കി, ഇവനെ പൊക്കി കഴുതപ്പുറത്ത് വെച്ചു, സത്രത്തിൽ കൊണ്ടാക്കി, ഇവനെ ട്രീറ്റ് ചെയ്തു. ഇവന് ഫർദർ ട്രീറ്റ്മെന്റിനുള്ള പൈസ സത്രക്കാരന് കൊടുത്തു. ഇവൻ പ്രതീക്ഷിക്കാത്തടത്ത് നിന്നാണ് ഇവനുള്ള നന്മ. ദൈവം എന്ന് പറഞ്ഞ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു ഉദ്ദേശിക്കുന്നത്? നമ്മൾ വിമാനത്തെ കയറി ഇരുന്ന് ഒരു യാത്ര ചെയ്യുമ്പോൾ അത് ദൈവമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ശത്രുവിന്റെ വിമാനത്തിൽ ഇരുന്ന് സുവിശേഷം അറിയിക്കാൻ പോകുന്ന ബന്ധക്കോസാര് ചിന്തിക്കുന്നത്. അതിനെ ഇവ വിമാനത്തിൽ ഇരുന്ന് തുള്ളുന്നേ ഓരോ. കാരണം ഇതെല്ലാം ലോകത്തിൻ്റെതാണ്. ലോകം എനിക്കു വേണ്ട ഗ്ലോറി, ലോകത്തിലൊന്നും വേണ്ട ടകട എടാ പൊട്ട, നിനക്കൊന്നും പിടികിട്ടില്ല. ഇത് മുഴുവൻ ദൈവത്തിന്റെ ഗ്ലോറിയാണ്. അപ്പൊ ഗോസ്പൽ എന്ന് പറഞ്ഞാലും കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാലും നീ കാണുന്നതും കേൾക്കുന്നതും തൊടുന്നതും ഒക്കെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി വേർപാട് പാലിച്ചിട്ട് ഇവൻ വേറെ ഏതാണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുക. നിന്റെ ഡോക്ടർ നെഞ്ചത്ത് നിന്റെ സ്റ്റെതസ്കോപ്പ് വെക്കുമ്പോൾ അത് ദൈവത്തിന്റെ സ്പർശനമാണ്. അതാണ് നിനക്കുള്ള ട്രീറ്റ്മെന്റും, അതാണ് നിനക്കുള്ള ഹീലിങ്ങും. ഇതല്ല, ഇതൊന്നും വേണ്ട, നമുക്ക് ആവാഹിച്ചു വരുത്താമെന്ന് പറഞ്ഞിരിക്കുകയാണ്.
അതുകൊണ്ടാണ് യേശു ക്രിസ്തു മുകളിൽ നിന്ന് പൊഴിക്കാൻ അപ്പം. മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്കും മുകളിൽ നിന്ന് മന്ന പൊഴിഞ്ഞെന്നാ പറഞ്ഞു. പക്ഷെ യേശു ക്രിസ്തു മരുഭൂമി ശിഷ്യന്മാരായിട്ട് ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു ഇവരൊക്കെ പട്ടിണിയാണ്, വിശക്കുന്നുണ്ടല്ലോ. അപ്പൊ പറയാണ് നിങ്ങളിൽ എന്നെ ഉണ്ട്, എടുത്തോണ്ട് വാ, നമുക്ക് നോക്കാം. അപ്പൊ മനുഷ്യന്റെ സഹകരണത്തിൽ മനുഷ്യനോട് ചേർന്ന് അപ്പൊ യേശു ചെയ്ത അത്ഭുതങ്ങൾ നോക്കുക. ആ ബാലന്റെ കയ്യിൽ നിന്ന് അപ്പവും മീനും എടുത്തിട്ട് വർദ്ധിപ്പിച്ചു, എല്ലാവരും കൊടുത്തു, ബാക്കി മിച്ചം എടുത്തു. ഓക്കെ, മനസ്സിലായോ? മനുഷ്യവർഗത്തിന്റെ ഐക്യം, ക്രമീകരണം, സ്നേഹം, പങ്കുവെക്കൽ, ഇതാണ് കിങ്ഡം ഓഫ് ഗോഡിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ പങ്കുവെക്കാനുള്ള വിമുഖത മാറിപ്പോണം. ഇതാണ് ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ. പ്രാർത്ഥിക്കുന്നതിലൂടെ, ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുന്നതിലൂടെ എന്റെ ബാങ്കിൽ കിടക്കുന്ന 5 ലക്ഷം രൂപ എന്നാ 10 പിള്ളേർക്ക് പഠിക്കാൻ കൊടുത്തേക്കാം എന്നുള്ളൊരു തോന്നലിലേക്ക് ഞാൻ എത്തണം. അതല്ലാതെ വേറൊരു 10 കൂടി ആരെയും കളിപ്പിച്ച് ആ അക്കൗണ്ടിൽ കൊണ്ട് ഇടണമെന്നുള്ള തോന്നല വരുന്നെങ്കിൽ അത് ശരിയായ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്ന ഞാൻ രൂപാന്തരപ്പെടണം. അപ്പൊ പ്രാർത്ഥിക്കുന്ന പെന്തക്കോസുകാരെല്ലാം രൂപാന്തരപ്പെട്ടാൽ പെന്തക്കോസ് ഗോളം എല്ലാം സ്വർഗ്ഗതുല്യമായി മാറും. ഇതാണ് പ്രിൻസിപ്പിൾ. ഞാൻ പാസ്റ്റർ ചോദിച്ചൊരു ചോദ്യം പാസ്റ്റർ ടച്ച് ചെയ്തില്ല. ഞാൻ ചോദിച്ചത് ഈ ഇത്രയും ദിവസം ഈ ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിലൊരു സ്വാർത്ഥതയല്ലേ വെളിപ്പെട്ട് വരുന്നതെന്നാണ് എന്റെ ഒരു ചോദ്യം. എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്രയും ദിവസം അങ്ങ് ഇരിക്കുകയാണ്. എന്നാൽ അത് ദൈവം അറിയുന്നു, ദൈവം മനസ്സിലാക്കുന്നു, ദൈവം പ്രൊവൈഡ് ചെയ്യും എന്നുള്ളൊരു തോന്നൽ അവർ കൊണ്ടുപോയില്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കത് വേണം എന്ന് ചിന്തിച്ചുകൊണ്ട് എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ ശരിക്കും പറഞ്ഞ ഉപവാസം എന്നൊരു കാര്യം ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അതോടൊപ്പം ഞാൻ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. അതുകൊണ്ട് ജനം വഴിതെറ്റി പോകുന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥമായി ദൈവത്തിങ്കിലേക്ക് തിരിയുകയോ അല്ലെങ്കിൽ യഥാർത്ഥമായ പ്രാർത്ഥന അവർ പഠിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ഞാൻ ചോദിച്ചാൽ ശരിയാണ്. അത് ഈ സ്വാർത്ഥത എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും കറക്റ്റ്. സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ ഭോഗേച്ഛകളിൽ ചെലവഴിക്കേണ്ടതിന് നിങ്ങൾ വല്ലാതെ യാചിക്കുന്നു എന്നാണ് യാക്കോബ് ശ്ലീഹ അതേക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം തുടങ്ങുമ്പോൾ തന്നെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന് നിങ്ങൾ പരാതി പറയുന്നു, കാരണം നിങ്ങളുടെ ഭോഗേച്ഛകളിൽ ചെലവഴിക്കേണ്ടത് നിങ്ങൾ വല്ലാതെ യാചിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങ് കണ്ടവാനും വിണ്ടുപോയി നിന്റെയൊക്കെ പ്രാർത്ഥന. അപ്പം പ്രാർത്ഥന മര്യാദയ്ക്ക് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള ഒരു പ്രാർത്ഥനയല്ലാതെ അതിന്റെ അപ്പുറത്ത് ഒരു വരി പോലും പ്രാർത്ഥിക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് അവകാശമില്ല. അതിന്റെ ആവശ്യമുള്ളൂ. ആ 6 വരിക്കകത്ത് എല്ലാം ഉണ്ട്. അത്രയും മതി. കാരണം ദൈവം ഓൾറെഡി നമ്മളെ അറിയുന്നു, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നു. എന്നിട്ട് പറയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ആ പ്രാർത്ഥന. എന്റെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു അവകാശം ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഈ പറയുന്നതിനകത്ത് വസ്തുതയുണ്ട്. കാരണം എന്റേതും എനിക്കുള്ളതും കാരണം കർത്താവിന്റെ ഉത്തരവാദിത്തമാണ്. കർത്താവ് എനിക്ക് ഇനി ആവശ്യമുണ്ട്, എനിക്ക് ഐ ഹാവ് നോ റൈറ്റ്. ഞങ്ങളുടെ ആവശ്യമേ പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായ പാസ്റ്റർക്ക് എവിടെ കൊണ്ട് കർത്താവ് കൂട്ടിയിരിക്കുന്നത്? സ്വർഗസ്ഥനായ എന്റെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആവശ്യവും സാജ് പാസിന്റെ ആവശ്യവും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ആവശ്യവും എന്റെ അയൽക്കാരന്റെ ആവശ്യവും, ഈ ആവശ്യങ്ങളെല്ലാം ഒരുമിച്ച് കളക്റ്റീവ് നീഡാണ്. ആ കളക്റ്റീവ് നീഡ് വന്നു കഴിയുമ്പോൾ എന്റെ നീഡല്ല. കാരണം എന്നാണെന്നറിയോ? എനിക്ക് വീടുണ്ട്, ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഞാൻ നാളെ മറക്കാൻ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബേസിക് നീഡ്സ്, ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഈ ബേസിക് നീഡ്സ് പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്ത കോടിക്കണക്കിന് ആളുകൾ ഈ ഭൂമി കിടക്കുക. അവരുടെയും കൂടെ പിതാവിനോടായി പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ സ്വർഗസ്ഥനായ എന്റെ പിതാവേ എന്നാണെങ്കിൽ എനിക്ക് കുറെ കൂടെ നല്ല കാറ് തരണമെന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിച്ചതോടുകൂടെ പോയി. കാരണം അവരുടെ കൂടെ നീഡ് നോക്കണ്ടേ. അപ്പൊ റെസ്പോൺസിബിലിറ്റി എന്റെ മേൽ വന്നില്ലേ? അതുകൂടെ ശരിയാക്കിയിട്ട് ഞാൻ രാവിലെ മൂക്ക് കൂട്ട ഭക്ഷണം കഴിച്ചിട്ട് അപ്പുറത്ത് പട്ടിണി കിടക്കുന്ന ഒരുത്തിനുള്ളപ്പോ പിന്നെ ഇരുന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്ത് നീ പ്രാർത്ഥിക്കാനാ? ഒരു ക്രിസ്ത്യാനിക്കും ഭൂമിയിൽ ഒരു വാക്കുപോലും പ്രാർത്ഥിക്കാനുള്ള അവകാശം ഇല്ല. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ക്രിസ്ത്യൻ ചർച്ച് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് റൈറ്റ് ടു പ്രേ. ഞാൻ ഇറ്റ്സ് എന്ന് മനഃപൂർവ്വം പറഞ്ഞ ലൈഫ്ലെസ് ഓർഗനൈസേഷൻ ആണ് ഇന്ന് ചർച്ച്. അല്ലെങ്കിൽ ഞാൻ ഹെയർ എന്ന് പറഞ്ഞേനെ, ബോധപൂർവ്വം പറഞ്ഞ. കാരണം ജീവൻ നഷ്ടപ്പെട്ടു. ഒരു ക്രിസ്ത്യാനി എങ്ങനെ പ്രാർത്ഥിക്കും? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ അച്ഛന്മാരും ബിഷപ്പുമാരും എല്ലാം നിന്ന് പ്രാർത്ഥനാ സമ്മേളനങ്ങൾ നടത്തും, കൈപൊക്കി അതും ഇതും പ്രാർത്ഥിക്കും, തോന്നിയാസം പറയും, എല്ലാം ചെയ്യുന്നുണ്ട്. ഇതുമായിട്ട് ദൈവത്തിന് ഒരു ബന്ധവുമില്ല, ബൈബിളിനും ബന്ധമില്ല, ക്രിസ്തുവുമായിട്ടും ബന്ധമില്ല. ചുമ്മാ തോന്നിയാസം പറയുന്നു എന്നുള്ളൂ. നോ റൈറ്റ്. കാരണം ഇതേ പൂട്ടി വെച്ചിരിക്കുകയാണ്. കർത്താവിനോട് എന്ന് ചോദിച്ചാൽ കർത്താവ് ചിരിക്കുകയുള്ളൂ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയുടെ അർത്ഥം മാത്രം പഠിച്ചാൽ മതി, വേറെ ഒരു സുവിശേഷവും പ്രസംഗിക്കണ്ട. അതേ കർത്താവ് നല്ല ഒന്നാന്തരം പൂട്ടി കെട്ടിവെച്ചാൽ പുള്ളി പോയിരിക്കും. ഞാൻ ഓരോ ഭാഗം തീർത്തു പോവുകയാണ്. കാരണം ഇത്ര സമയം എടുത്താലും അടുത്ത ഒരു പാർട്ടായിട്ട് ചെയ്താൽ പോലും ഞാൻ ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ സുവിശേഷ പ്രവർത്തകർ ഈ ഉപവാസ പ്രാർത്ഥനയാണ്, കൂട്ടായ്മയാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്ന വഞ്ചനയാണ്
തുറന്നു കാണിക്കുന്നത്. കാരണം യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്താണെന്ന് അവർക്കും അറിയില്ല. അവരുടെ വിചാരം പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കുറെ സാധനം വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ചോദിച്ച് മേടിക്കുക. അതിനൊരു വാക്യമുണ്ട്, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുപിൻ തുറക്കും. ഇത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എപ്പോഴും ഇരുന്നിങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കും. പിന്നെ എന്റെ നിരീക്ഷണത്തിലും എന്റെ പഠനത്തിലും എന്റെ അനുഭവത്തിലും 21 ദിവസം 40 ദിവസം ഒക്കെ ഉപവാസം എടുത്ത ഒരു സഭയും ഞങ്ങളുടെ ആ ഭാഗത്തൊന്നും ഇപ്പൊ ഇല്ല. കാരണം അതെല്ലാം പൂട്ടിക്കെട്ടിപ്പോയി. അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ അടുത്ത്, ഞങ്ങളുടെ അടിമാലിക്ക് അടുത്ത് ഒരു കള്ള് ഷാപ്പ് വാടകയ്ക്ക് ഉണ്ട്. ഷാപ്പില് ആ വർഷം ലേലം നടന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ ആള് ലേലം പിടിച്ചോണ്ട് പോയി. അപ്പൊ ആ ഷാപ്പ് കാലിയായി കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഒരു പാസ്റ്റർ എന്നിട്ട് ചോദിച്ചു, ഇത് ഇങ്ങനെ തന്നാക്കവോ, പ്രാർത്ഥന നടത്താനാന്ന് പറഞ്ഞു. അപ്പൊ ആ ഷാപ്പില് വെള്ളപ്പെയിന്റൊക്കെ അടിച്ച് റെഡിയാക്കി അതിന്റെ അകത്ത് പ്രാർത്ഥന ആരംഭിച്ചു. അതിന്റെ അകത്ത് 40 ദിവസം ഒരു ഉപദേശി 2 പ്രാവശ്യം 40 ദിവസം ഉപവാസ പ്രാർത്ഥന. അവിടെ പ്രസംഗിക്കാൻ വന്നവരെല്ലാം പറഞ്ഞു, കള്ളു ഷാപ്പിനെ ദൈവം മാറ്റി ആരാധനാലയമാക്കി. ഈ ആരാധനാലയം ഇവിടെ വളർന്ന് പന്തലിച്ച് ഭയങ്കര വലുതാകുന്നത്. ഇപ്പൊ പാസ്റ്റർ എന്റെ കൂടെ ഒരുപാട് ഞാൻ കാണിച്ചു തരാം. അതേ ആ കള്ളു ഷാപ്പ് പ്രാർത്ഥന നടന്നോടും വീണ്ടും അത് കള്ളു ഷാപ്പായി. കാരണം വാടകക്കാരൻ ഇവര് പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ വാടക കൊടുക്കാനില്ലാതെ വന്നി, വാടക കൊടുക്കാതിരുന്നപ്പോ അവരെ ഇറക്കി വിട്ടു. വാടക തരാനില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയോ വേണ്ട, വിട്ടു പൊക്കോളാൻ. ഇപ്പൊ വീണ്ടും അത് കള്ളുഷാപ്പ്. അപ്പൊ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എനിക്കിങ്ങനെ ചുമ്മാ പറയേണ്ട ആവശ്യമില്ല. ഈ കള്ളുഷാപ്പിൽ ഇരുന്ന് ഈ 40 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തിയപ്പോ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ഞാൻ പിന്നെ പ്രവാചകനല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രവചനമൊന്നും പറയില്ല. ഞാനവിടെ പോയി വചനം പറഞ്ഞു, ഞാനിങ്ങി പോകുന്നു. പക്ഷെ അവിടെ വന്നവരെല്ലാം പറഞ്ഞു ഈ ഷാപ്പ് വലിയൊരു ആലയമാകാൻ പോവുകയാണ്. പക്ഷെ ഇതൊന്നും അവിടെ നടന്നില്ല. അപ്പം എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഈ പണിയെടുക്കേണ്ട സമയത്ത് പണിയെടുക്കാതെ ഇങ്ങനെ ഈ കൂട്ടായ്മയാണ് ഉപവാസമാണെന്ന് പറഞ്ഞാൽ അതിന് പാസ്റ്ററിന്റെ മറുപടി പറഞ്ഞത് പാസ്റ്റർമാർക്ക് ഉള്ള ഒരു വരുമാനത്തിന്റെ മാർഗമാണ്. പക്ഷെ അതുകൊണ്ട് സംഭവിക്കുന്നത് ജനങ്ങൾ വഞ്ചിക്കപ്പെടുകയും ജനങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ജനങ്ങൾ വഞ്ചിക്കപ്പെടുകയും ചെയ്യാണ്. അതല്ലേ അതിനുള്ള ഒരു ആൻസർ? അതെ, അത് യഥാർത്ഥ ദൈവത്തെ പ്രസംഗിക്കുന്നില്ല. ഈ യഥാർത്ഥ ദൈവവിശ്വാസം എന്താണെന്ന് പ്രസംഗിക്കുന്നില്ല. ദൈവവും നമ്മളും രണ്ടല്ല, ഒന്നാണ്. മനസ്സിലായി? ദൈവമായിട്ട് നമ്മൾ രൂപാന്തരപ്പെടണം. അതല്ലേ പറഞ്ഞ് നമ്മൾ ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പെന്തക്കോസുകാർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം ദൈവമക്കളാണ് ഇവന്മാര് പറയും. ഇപ്പൊ ദൈവമക്കൾ ആരാണ്? ദൈവമക്കൾ ഇപ്പം സിംഹത്തിന്റെ മക്കള് സിംഹമല്ലേ, പുലിയുടെ മക്കള് പുലിയല്ലേ, പൂച്ചയുടെ മക്കള് പൂച്ചയല്ലേ. ഇപ്പൊ ദൈവത്തിന്റെ മക്കൾ എന്താ ദൈവം ആകാത്തെ? നിങ്ങൾ ദൈവങ്ങളാണ്. അപ്പൊ മനുഷ്യര് മുഴുവൻ ദൈവങ്ങളാണ്. അതാണ് ഇൻകാർണേഷനും കൊണ്ട് വന്ന മാറ്റം. എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനായി, ഇനി വേറെ ദൈവത്തെ നോക്കണ്ട, മനുഷ്യനെ നോക്കിയാൽ മതി. മനുഷ്യനാണ് ദൈവം, അല്ലാതെ വേറെ ദൈവം ഇല്ല. ഈ ഉപവാസ പ്രാർത്ഥന ആവശ്യമാണോ? ഇത് ഞാൻ ചോദിച്ചല്ല, ഒരു ആള് ഞാനിത് പല ആളുകളും ഞാൻ ഈ ചോദിക്കുന്ന പല ചോദ്യങ്ങളും എന്റെ ചോദ്യങ്ങളുണ്ടെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഉപവാസം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു 3 കാര്യം രഹസ്യത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒന്ന്, പ്രാർത്ഥിക്കുമ്പോൾ നീ അറയിൽ രഹസ്യത്തിൽ പ്രാർത്ഥിക്കും. ചില ആളുകൾ വഴിക്കോണിലും തെരുക്കോണിലും വഴിയരികിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇന്നത്തെ മുസ്ലിം സഹോദരങ്ങൾക്കുള്ള ദൂത യേശുക്രിസ്തു പണ്ടേ പറഞ്ഞു വെച്ച. വിമാന റെയിൽവേ സ്റ്റേഷനിലും വിമാനത്തിന്റെ അകത്തും വഴി തടഞ്ഞും വഴിയിലൊക്കെ ഇരുന്ന് എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? അത് യഹൂദന്മാർക്ക് ആ സൂക്കേടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു അത് പറഞ്ഞു. യഹൂദന്മാരെ കോപ്പി അടിച്ചാണല്ലോ മുസ്ലിങ്ങൾ വരുന്നത്. പെന്തക്കോസുകാർക്ക് ഈ സൂക്കേടുണ്ട്. വഴിയരിയിൽ പോയിരുന്ന് ഡ്രം അടിക്കുക, മൈക്ക് വെച്ച് പ്രാർത്ഥിക്കുക. ഈ കഴിഞ്ഞ CS തോമസ് പാന്റും കോട്ടും ഒക്കെ ഇട്ട് പ്രസംഗിക്കുന്നത് എനിക്കത് നാണവും വന്നു. പക്ഷെ ഇവളുടെ പാന്റ് ഷർട്ടും ഒക്കെ നല്ല രസമാണ്, നല്ലൊരു തേച്ച് നല്ല വാടി പോലെ നല്ല, അതിനകത്ത് അപ്രീഷിയേറ്റ് ചെയ്യണം. ഡ്രസ്സ് ഒക്കെ പുള്ളി ധരിക്കുന്നത്. ഞാനൊന്നും ഷർട്ടൊന്നും തേക്കത്തേ ഇല്ല. പുള്ളി നല്ല 1-2 തേച്ച് വടിയാക്കി കൊള്ളാം. പക്ഷെ വഴിസൈഡിൽ നിന്ന് പുള്ളിക്ക് വീട്ടിലൊക്കെ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി വഴിസൈഡിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുക, ഇത് തെറ്റാണെന്ന് യേശു പറഞ്ഞു. നിങ്ങൾ അങ്ങനെ വേണ്ട. നിങ്ങളുടെ റിലീജിയോസിറ്റി ഒന്നും പ്രദർശിപ്പിക്കണം. പ്രാർത്ഥിക്കണ വീട്ടിലെങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കണേ, ഒതുക്കത്തിൽ പ്രാർത്ഥിച്ചാൽ മതി. 2, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ, ചാരിറ്റി വർക്ക് ചെയ്യുമ്പോൾ പരസ്യം കൊടുക്കല്ലേ, ഒതുക്കത്തിൽ ചെയ്യണം. 3, ഉപവസിക്കുമ്പോൾ നിങ്ങൾ രഹസ്യത്തിൽ ഉപവസിക്കണം. ഇനി നിങ്ങൾ ഉപവസിക്കുന്നതിന്റെ ഒരു തെളിവ് പോലും പുറത്ത് കാണാതിരിക്കുക. മുഖത്ത് നല്ലവരെ എണ്ണയൊക്കെ തേച്ച് പ്രസാദം വരുത്തി നിങ്ങൾ ക്ഷീണം ഉണ്ടെന്ന് പോലും ആർക്കും തോന്നരുത്. 3 കാര്യം രഹസ്യത്തിൽ ചെയ്യണമെന്ന് യേശുക്രിസ്തു പറഞ്ഞു. 4ാമത് വോട്ട് ചെയ്യുമ്പോഴും രഹസ്യത്തിൽ ചെയ്യാം. അപ്പൊ 4 കാര്യം രഹസ്യത്തിൽ ചെയ്യണം. 3 യേശു പറഞ്ഞാൽ വോട്ട് ചെയ്യണമെന്ന് യേശു പറഞ്ഞില്ല രഹസ്യത്തിൽ. അത് ഇന്നത്തെ നമ്മുടെ ജനാധിപത്യ സർക്കാർ പറഞ്ഞു, വോട്ട് ചെയ്യുമ്പോൾ രഹസ്യത്തിൽ ചെയ്യണം. അപ്പൊ ഇതൊക്കെ രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ പ്രാർത്ഥനയാണേലും ഉപവാസമാണേലും ദാനധർമ്മമാണേലും രഹസ്യത്തിൽ ചെയ്തോണം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് ക്രിസ്ത്യാനികൾ ഇത് 3ഉം പരസ്യമായിട്ട് ചെയ്തത്. പിന്നെ ക്രിസ്തുവുമായിട്ട് ഇവർക്ക് എന്നാ ബന്ധം? പിന്നെ ക്രിസ്തു ഇവരെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ സൗഖ്യമാക്കുന്നത്? പിന്നെ ഇവർ ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തം ക്രിസ്തുവിനാന്ന് പറഞ്ഞാൽ ക്രിസ്തു അത് ഏറ്റെടുക്കും.
എടാ ഇത്രയും കൃത്യമായിട്ട് മുസ്ലിങ്ങളോട് മുഹമ്മദ് നബി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവർ പാലിക്കും. മുഹമ്മദ് നബി ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരത് പാലിച്ചിരിക്കും, അവരനുക്കും. അങ്ങനെ തന്നെ മുസ്ലിങ്ങൾക്ക് മുഹമ്മദ് നബിയോടുള്ള വിശ്വസ്തതയുടെയും പ്രതിബദ്ധതയുടെയും ആത്മാർത്ഥതയുടെയും കൂറിന്റെയും 1 കോടിയിലൊരംശം ക്രിസ്ത്യാനികൾക്ക് യേശുക്രിസ്തുവിനോടുണ്ടോ? ഇപ്പൊ മുഹമ്മദ് നബിയാണ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ മുസ്ലിങ്ങൾ ചെയ്യുവോ? ചെയ്യത്തില്ല. പക്ഷെ യേശുക്രിസ്തുവിന്റെ വാക്കിന്, പട്ടിയുടെ വാക്കിന്റെ വില പോലും ക്രിസ്ത്യാനികൾ കൊടുക്കുന്നില്ല. അയാൾക്ക് വരാം, അയാൾ അങ്ങനെയൊക്കെ പറയുന്നത്. ഇതുള്ളൂ ക്രിസ്ത്യാനിക്ക് യേശുവിനോടുള്ള മനോഭാവം. പക്ഷെ മുസ്ലിങ്ങൾക്ക് മുഹമ്മദിനോടുള്ള മനോഭാവം അതല്ല. എന്നിട്ട് മുസ്ലിങ്ങളെ കുറ്റം വന്നിട്ട് കാര്യമില്ല. ഇവിടെയാണ് ഇപ്പൊ ഞാൻ പറയാം, ഒരു കള്ളുകൂടി തന്നെ അവന്റെ മദ്യക്കുപ്പിയിൽ എഴുതി വെച്ചിരിക്കുന്ന ദിസ് മേ കോസ് യുവർ ഡെത്ത്, അല്ലെങ്കിൽ ഈ പുകവലി മരണ കാരണമാകും, പുകവലി ക്യാൻസറിന് ഉളവാക്കുന്നു, ഇതെല്ലാം സിഗരറ്റ് കൂടെ എഴുതി വെച്ചിരിക്കുക. എന്നിട്ടും ഈ പുകവലിക്കുന്നവൻ എന്ത് ചെയ്യാണ്? സിഗരറ്റ് മേടിച്ച് കത്തിച്ച് വലിക്കും. ഒരു പുകവലിക്കാരൻ സിഗരറ്റിനെ സ്നേഹിക്കുന്നതോളം ക്രിസ്ത്യാനി യേശുവിനെ സ്നേഹിച്ചാൽ മതി, ലോകം നന്ന്. അവന്റെ കൂടെ എഴുതി വെച്ചിരിക്കടാ പണ്ടാറ്, ഇത് നീ വലിച്ചാൽ നിനക്ക് ക്യാൻസർ ഒരുപാടാന്ന് എഴുതി വെച്ചിട്ടോ അവൻ മേടിച്ച് വലിക്കുക. ഇത് കർത്താവ് പറഞ്ഞ എന്തെങ്കിലും കാര്യം ഇവിടെ കേൾക്കുന്നുണ്ട്? അപ്പൊ ഇതിന്റെ അകത്തെ ഇതുപോലെ ഈ പ്രാർത്ഥനകളൊക്കെ കൂടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ഈ പെന്തക്കോസ്ത് സമൂഹവും മറ്റു ചില കരിസ്മാറ്റിക് ആളുകളും പറയുന്നത്, ഈ പ്രധാനമായിട്ട് ഉപവാസവും പ്രാർത്ഥന നടത്തുന്നത് ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയാണ്. അതിലവര് പറയുന്നത് ശാപമുണ്ട്, പാപമുണ്ട്. അപ്പൊ ഈ ശാപവും പാപത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ബാംഗ്ലൂരുള്ള MA വർഗീസ് വാസ്. ഇപ്പൊ നമ്മുടെ തങ്കു ബ്രദറും അതിന്റെ അകത്ത് ശാപമുണ്ട്, ശാപമുക്തി വിടുതൽ ശുശ്രൂഷ, പാപമുക്തി, ശാപമുക്തി, രോഗമുക്തി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ശാപമുക്തി, പാപമുക്തി ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടോ? ഇത് ഈ ഒരാൾ ബിസിനസ്സിൽ പരാജയപ്പെടുമ്പോ, അല്ലെങ്കിൽ മക്കളുടെ കല്യാണം നടക്കാതെ വരുമ്പോ, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് മറ്റേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ പെട്ടെന്ന് പറയുകയാണ്, നിനക്ക് ശാപമുണ്ട്, നിനക്ക് പാപമുണ്ട്, നീ അതിൽ നിന്ന് മുക്തി പ്രാപിക്കും. എന്നെ കേഴ്സ് ബ്രേക്കിംഗ് പരിപാടി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, ശാപം മുറിക്കൽ. അത് നമ്മുടെ കേരളത്തിൽ ഒരു വലിയ സംഭവം, ശാപം മുറിക്കൽ. ശരിക്കും ഈ ശാപം മുറിക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടോ? അല്ല, ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇവര് ഇത് ചെയ്യുന്നത്? എന്തുകൊണ്ട്? അല്ല, ഈ ശാപം മുറിക്കാൻ ബിബ്ലിക്കലായിട്ട് പറയാം. അതിനു മുമ്പ് MA വർഗീസിന് ചില വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ വന്നപ്പോഴൊക്കെ കക്ഷി നല്ലപോലെ പേടിച്ചു. ബാംഗ്ലൂർ ഏറ്റവും മികച്ച ആശുപത്രി, ഒരു സംഘം ഡോക്ടർമാരുടെ ചികിത്സയിലായി അമേരിക്കയിൽ നിന്ന് ഒപ്പീനിയൻ എടുത്തു. പുള്ളി പേടിച്ചു. അതിഭയങ്കരമായ ട്രീറ്റ്മെന്റ്. ഒരു കാര്യം മാത്രം വെച്ചു, ഒരു വിശ്വാസിയും ഒരു പാസ്റ്ററും തന്നെ സന്ദർശിക്കാൻ തുനിയരുത്. കാരണം ഇൻഫെക്ഷൻ ഉണ്ടാകാൻ പേടിയാ. കാരണം ക്യാൻസർ ട്രീറ്റ്മെന്റിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് വളരെ, കാരണം ബോഡിയുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ ഒത്തിരി കുറയും ഈ മരുന്നുകൾ കാരണം. അപ്പൊ ഏറ്റവും ക്യാൻസർ ട്രീറ്റ്മെന്റ് സക്സസ് ആകുന്നത് നമ്മൾ സന്ദർശകരെ പരമാവധി കുറച്ച് അണുബാധ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഒഴിവാക്കിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിൽക്കുന്നതാണ് ക്യാൻസർ ട്രീറ്റ്മെന്റ് വിജയിക്കാൻ ഒരു 75% അതാ വേണ്ടി. ആ കാര്യം സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ വറീച്ചൻ ചേട്ടൻ ചെയ്തു. മെസ്സേജ് എല്ലാവർക്കും കൊടുത്തു, ആരും വരരുത്, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. നീയൊക്കെ എന്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ച് തുപ്പല് തെറിച്ച് അണുബാധ ഉണ്ടായി ഞാൻ തട്ടിപ്പോടാ, ഇങ്ങോട്ടൊന്നും വരരുത്, ഡോക്ടർ എന്നെ ചികിത്സിച്ചു. ഇത് വിജയിച്ചു. ഭയങ്കര ട്രീറ്റ്മെന്റ് നടത്തി, പുള്ളി മിടുക്കനായി, സൗഖ്യമായി. പിറ്റേ ആഴ്ച പിന്നെ പുള്ളി ശാപം മുറിക്കാൻ ഇറങ്ങുകയാണ്. എന്നാൽ ഇയാൾക്ക് ഈ രോഗം വന്ന ശാപം കൊണ്ടല്ലേ ഈ ക്യാൻസർ. ഇവർക്ക് വരുമ്പോ അത് ശാപമല്ല, അത് ബയോളജിക്കൽ റീസൺസ് ആണ്. ഇവന് അപകടം ഉണ്ടായാൽ അത് ശാപമല്ല, ഇവന്റെ ഭാര്യയുടെ ഗർഭം അലസിപ്പോയാൽ അത് ശാപമല്ല, ഇവന്റെ ബിസിനസ്സിന് നഷ്ടം വന്നാൽ അത് ശാപമല്ല, ഇവന് ക്യാൻസർ വന്നാൽ അതും ശാപമല്ല. പക്ഷെ മറ്റോന് വന്നാൽ, പെന്തക്കോസുകാരന് രോഗം വന്നാൽ അത് ദൈവഹിതം, ദൈവത്തിന്റെ പരീക്ഷണം. അയലക്കത്തുള്ള ഹിന്ദുവിന് രോഗം വന്നാൽ ദൈവകോപം. അപ്പൊ ഇത് വ്യാഖ്യാനമാണ് ഇവർ നടത്തുന്നത്. പാവപ്പെട്ട ആളുകൾ ഇതിലൊക്കെ വീഴും. MA വർഗീസ് ആണല്ലോ ശാപത്തിന്റെ ഏറ്റവും വലിയ ആചാര്യം. ഞാൻ ഈ ചോദിച്ചത്, ഇങ്ങനെ ഈ ശാപവുമില്ല, ഇങ്ങനെയുള്ളൊരു സംഭവം ഇല്ല നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്? വിവാഹം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരിക്കുന്നത് ശാപമാണോ? ഇവര് കൊടുക്കുന്ന പട്ടികയിൽ അതൊരു ശാപമാണ്. എന്നാ കേരളത്തിലെ പ്രധാന ശാപം മുറിക്കലുകാരന്റെ മോന് കല്യാണം കഴിച്ച മക്കളില്ലായിരുന്നു. അവസാനം IVF ട്രീറ്റ്മെന്റ് നടത്തി പിള്ളേരെ ഉണ്ടാക്കി. ശാപം മുറിച്ചത് പിന്നെ ഡോക്ടറാണോ തങ്കു ബ്രദറാണോ? ആരാ ശാപം മുറിച്ചേ? മെഡിക്കൽ സയൻസ് ശാപം മുറിച്ചു. MA വർഗീസിന്റെ ശാപം മെഡിക്കൽ സയൻസ് മുറിച്ചു. ദൈവം തന്നെ മുറിച്ചു. അതാ ദൈവം തന്റെ അധികാരത്തെയും ജ്ഞാനത്തെയും ശക്തിയെയും മനുഷ്യവർഗത്തിന് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവനെ മറ്റുള്ളിടത്ത് തിരയേണ്ട ആവശ്യമില്ല. ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നിനെ പോയി തിരയുന്നേ. ഇവിടെ മനുഷ്യരുടെ ഇടയിൽ തന്നെയാണ് ദൈവം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ട്രൂ ഗോസ്പൽ പിടി കിട്ടിയോ?
ചെയർമാൻ ശ്രദ്ധിക്കുക. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. അപ്പൊ മനുഷ്യരോട് കൂടെയുള്ള ദൈവ കൂടാരത്തെ അല്ലേ അന്വേഷിക്കേണ്ടത്? അതോ വേറെ അങ്ങ് ചൊവ്വായ്ക്കും വ്യാഴത്തിനും ഒക്കെ അപ്പുറത്തെങ്ങാണ്ട് യുറാനസിന്റെ നെപ്റ്റ്യൂണിന്റെ കൂടെ ഇടയ്ക്കിരിക്കുന്ന ദൈവത്തെയാണ് അന്വേഷിക്കുന്നത്? അപ്പൊ ദൈവത്തിന്റെ കൂടാരം എവിടെയുണ്ട്? ബാംഗ്ലൂർ ഫോർട്ടിസ് ഹോസ്പിറ്റലുണ്ട്, അല്ലെങ്കിൽ ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്, അല്ല നിങ്ങളുടെ അടുത്തുള്ള ആശുപത്രിയുടെ പേര് എനിക്കത്തില്ല, അവിടെയൊക്കെ ദൈവത്തിന്റെ കൂടാരമുണ്ട്. ഇതാണ് ഗോസ്പൽ. അതിനാണ് ദൈവം മനുഷ്യനായി എന്ന് പറയുന്നത്. മുറിക്കൽ അല്ലെങ്കിൽ ശാപം, ഈ പാപമുക്തി എന്ന് പറയുന്ന ഒരു സംഭവം നിലവിലില്ല. ഇത് ഒരു തട്ടിപ്പാണ്. അല്ല, ഈ തട്ടിപ്പിന് ഇരയാകുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളാണ്, ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ്. ഈ ശാപമുക്തി അവിടെ ആരംഭിച്ചതിന് ശേഷം തങ്കുബ്രദറും ശാപമുക്തി ആരംഭിച്ചു. ഇപ്പൊ ഈ ചെറിയ ചെറിയ ചോട്ട ഹിന്ദിയിൽ പറഞ്ഞ ചോട്ട പാസ്റ്റർമാര്, പ്രവാചകന്മാര്, ഇപ്പൊ ഇത് തന്നെയാ പണി. ഇതിങ്ങനെ ഒരു മുറി വാടകയ്ക്ക് എടുക്കുക, ഒരു ഹാൾ വാടകയ്ക്ക് എടുക്കുക, 2 മൈക്ക് സെറ്റും 4 ലൈറ്റും ഫിറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഫ്ലാഷ് അടിച്ച് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് വലിയ സൗണ്ട് ഒക്കെ ഉണ്ടാക്കി അവര് അവിടെ ഒരു സിനിമയുടെ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് മനുഷ്യനെ ഭയപ്പെടുത്തി ഹിപ്നോട്ടിസം പോലെയൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പൊ ഇത് പ്രാർത്ഥനയുമായി യാതൊരു ബന്ധമുള്ള കാര്യമല്ല. ഒരു ബന്ധവുമില്ല. പ്രാർത്ഥനയായിട്ടോ ദൈവവുമായിട്ടോ ഒന്നും ഒരു ബന്ധവും. ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കുന്നു. അത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനും പാർസിയും എല്ലാവരും രോഗം മാറാനും വേദന മാറാനും യുദ്ധം മാറാനും ദുരിതം മാറാനും ഒക്കെ. പക്ഷെ നമ്മുടെ ലോകത്തിൽ യുദ്ധങ്ങൾ അവസാനിക്കുന്നില്ല, ദുരിതങ്ങൾ അവസാനിക്കുന്നില്ല. ഇനി പോട്ടെ, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പും പ്രാർത്ഥിച്ച യുദ്ധം തുടങ്ങുന്നു, ആശുപത്രി പോകുമ്പോഴും പ്രാർത്ഥന. എന്തുകൊണ്ടാണ് ഈ ഇത്രയും കോടിക്കണക്കിന് ആളുകൾ ഇത്രയും വലിയ പ്രാർത്ഥനകൾ നടത്തിയിട്ട്? അപ്പൊ പാസ്റ്ററുടെ സംഭവത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു, എന്തുകൊണ്ടാണ് ഈ കോടിക്കണക്കിന് ആളുകൾ പ്രാർത്ഥിച്ചിട്ടും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകാത്തത് എന്താണ്? അപ്പോൾ ആ സംവാദകൻ അത് സംസാരിച്ച് പറഞ്ഞ, അങ്ങനെ പ്രാർത്ഥന കേൾക്കാൻ ഒരു ദൈവം ഇല്ല, ഈ ബ്രഹ്മാണ്ടത്തിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അദ്ദേഹം ബാലിശ്യമായ ചോദ്യങ്ങളാണ് അതിന്റെ അകത്ത് ഉന്നയിച്ചെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. പുള്ളി കാരികപരമായ ഒരു പോയിന്റിലേക്കും അദ്ദേഹം ഇങ്ങനെ കൊച്ചുപിള്ളേർ പറയുന്ന പോലെ ദൈവം ഉണ്ടെങ്കിൽ രോഗം വരികയില്ലേ, ദൈവം ഉണ്ടെങ്കിൽ അത് വരുവോ, ദൈവം ഉണ്ടെങ്കിൽ യുദ്ധം ഉണ്ടാവുമോ എന്ന്. അത് അദ്ദേഹം പറഞ്ഞത് ഒരു ബാലിശ്യമായ കാര്യങ്ങളാണ്. പലരും അദ്ദേഹത്തെ പോയിട്ടിക്കൊണ്ട് കമന്റൊക്കെ എഴുതി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ പുള്ളി കാരികപരമായിട്ട് ഒന്നും തന്നെ പറഞ്ഞു. അപ്പൊ എന്റെ ഒരു ചോദ്യം ഇതാണ്, ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ടും യുദ്ധം അവസാനിക്കുന്നില്ല, രോഗം മാറുന്നില്ല, വേദനകൾ തീരുന്നില്ല, പ്രശ്നങ്ങൾ തീരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത് എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. അത് നമ്മൾ പറഞ്ഞല്ലോ, ഭൂമിയിൽ ഐക്യം ഉണ്ടാകണം. ഐക്യപ്പെട്ടല്ലോ പ്രാർത്ഥിക്കുന്നു. ഇപ്പം ആരാ യുദ്ധം മാറാൻ വേണ്ടി കുറെ പേര് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ഇറാനിലിരിക്കുന്ന ആളുകള് യുദ്ധം മാറാൻ പ്രാർത്ഥിക്കുന്നില്ല. കാരണം അവരുടെ ഉള്ളിൽ യുദ്ധമുണ്ട്. അമേരിക്കയോട് യുദ്ധമുണ്ട്, ഫ്രാൻസിനോട് UK-യോടും ഒക്കെ അവരുടെ ഉള്ളിൽ യുദ്ധമുണ്ട്. അവരുടെ ഉള്ളിൽ അവസാനത്തെ അവിശ്വാസിയോട് വരെ യുദ്ധമുണ്ട്. കാഫറുകളോട് മുഴുവൻ ഉള്ളിൽ യുദ്ധവുമായിട്ടാണ് ഇവരിയ്ക്കുന്നത്. അവരാരും യുദ്ധം മാറാൻ പ്രാർത്ഥിക്കുന്നു. ഈ യുദ്ധം മാറാൻ ആര് പ്രാർത്ഥിച്ചെന്നാണ് ഈ സാജു പാസ്റ്റർ പറയുന്നത്? ആര് പ്രാർത്ഥിച്ചു? നമുക്ക് യുദ്ധം മാറാൻ പോപ്പ് ആഹ്വാനം കൊടുത്തു, പള്ളികളിൽ പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലെ, അതുകൊണ്ട് കാര്യമില്ല. അടിസ്ഥാനപരമായിട്ട് യുദ്ധം മാറാൻ ആരും തന്നെ പ്രാർത്ഥിക്കുന്നില്ല. യുദ്ധത്തിന്റെ ഗുണഭോക്താക്കളാണ് കൂടുതൽ ആളുകൾ. ഇപ്പൊ പത്രക്കാരോ TV-ക്കാരോ യുദ്ധം മാറി കഴിഞ്ഞാൽ അവർക്ക് വാർത്തയ്ക്ക് ചൂട് പറയും. ഇതാകുമ്പം നല്ല രസമുണ്ട്, വാർത്തകൾ കൊടുക്കാം. ഇപ്പൊ യുദ്ധം മാറാനൊന്നും ആരും പ്രാർത്ഥിക്കുന്നില്ല. ഇപ്പൊ ഭൂമിയിൽ മനുഷ്യർക്ക് ഐക്യമുണ്ടാകുമ്പോൾ ഭൂമി സ്വർഗതുല്യമാകും. ഇതാണ് കർത്താവ് പറഞ്ഞത്, പരസ്പരം സ്നേഹിക്കാനും ക്ഷമിക്കാനും എല്ലാവരുടെയും പിതാവായി ദൈവത്തെ മനസ്സിലാക്കാനും പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ക്രിസ്തീയ ദൈവശാസ്ത്രവും ക്രിസ്തീയ തത്വശാസ്ത്രവും ലോകത്തിന് വെളിച്ചമായി തീരുമ്പോൾ ലോകത്ത് സമാധാനം ഉണ്ടാവും. ഇതിപ്പം ഭിന്നതയും വിദ്വേഷവും അസൂയയും പിണക്കവുമാണ് ലോകത്തുള്ളത്. അതുകൊണ്ട് കലഹങ്ങളുണ്ടാകും, നാശങ്ങളുണ്ടാകും, നഷ്ടങ്ങളുണ്ടാകും. ഇത് വളരെ സിമ്പിളാണ്. ഇതിനകത്ത് ദൈവത്തിനൊന്നും ചെയ്യാനില്ല. മനുഷ്യരാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? മാറ്റം വരുത്തേണ്ടത്. അതുകൊണ്ട് മനുഷ്യർക്ക് അധികാരം കൊടുത്തിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിൽ അതാണ്. സകല അധികാരവും മനുഷ്യർക്ക് നൽകി എന്ന് പറയുമ്പോൾ പിന്നെ ദൈവം പിന്നെ ഏത് ദൈവത്തോടാണ് പോയി പ്രാർത്ഥിക്കുന്നത്? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും മനുഷ്യർക്ക് കൊടുത്തുന്നത് ഇതാരും പറയുന്നില്ല. ദൈവത്തോട് പോയി ഞാൻ ഈ പറഞ്ഞ ക്രിസ്ത്യാനികൾ പറയുന്ന ദൈവത്തെ പോയി കണ്ടതാണ്. ഈ പിതാവായ ദൈവം എന്ന് പറഞ്ഞ ആ കക്ഷിയോട് പോയി ഞാൻ ചോദിച്ചു. പുള്ളി പറഞ്ഞ് ഞാനെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ പുത്രനോട് പോയി ചോദിച്ചു. പുത്രനെ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ, തിരക്കുണ്ടായിരുന്നു. പുത്രനോട് ചോദിച്ചപ്പോൾ പുത്രൻ പറഞ്ഞു, ശിവുവാണോ? എടാ പോയി, അത് ഞാൻ പണ്ടേ ഈ സഭയ്ക്ക് എല്ലാം കൊടുത്തില്ല. നീ വായിച്ചിട്ടില്ല? FS എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ നോക്കി, ശരി FS പുള്ളി സകലവും സഭയ്ക്ക് കൊടുത്താ പോയി. പുള്ളി ഒന്നും കൊണ്ടുപോയില്ല, ഒരധികാരം കൊണ്ടുപോയിട്ട്. എടാ പോയി, എന്റെ ഒന്നും ഇല്ല, ഇപ്പൊ ഞാൻ എന്നെ എടുത്തിട്ട് തരാൻ. അപ്പൊ ഈ സഭയ്ക്കാ കൊടുത്തിരിക്കുന്നത്. ഞാൻ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാ പറഞ്ഞു ഞാനിത് കൊടുക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്നുണ്ട്. പക്ഷെ യുവാനാരും എന്റെ പ്രേരണ. അപ്പൊ ഇതൊക്കെ അതാണ് ക്രിസ്തീയ സഭയുടെ പ്രശ്നം. ദൈവപിതാവ് ഇവിടെ ഒരധികാരവും പിടിച്ചു വെച്ചിട്ടില്ല. പുത്രൻ പതമ്പുരാൻ ഒരധികാരവും പിടിച്ചു വെച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ്
സകല അധികാരമുള്ള സഭയെ എന്ത് ചെയ്യുന്നുണ്ട്? നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ക്രിസ്തീയ സഭ ഒരു ദിവസം യേശുക്രിസ്തുവിന്റെ ഉപദേശം കേട്ട് ജീവിച്ചാൽ, ഒറ്റ ദിവസം ജീവിച്ചാൽ ഭൂമി സ്വർഗമാവും. ഒറ്റ ദിവസം ക്രിസ്ത്യൻ ചർച്ച, അല്ല മാർപ്പാപ്പ എവിടെ ഇരുന്ന് ഗമ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നും. ഒറ്റ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതിപ്പോ ദൈവം സകലതും ക്രിസ്തുവിനെ ഏൽപ്പിച്ചു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലെ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആ അധികാരം ഞാൻ നിങ്ങൾക്ക് തരും. അപ്പം അത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഇത് പെന്തക്കോസ്തുകാർ പഠിപ്പിക്കാറില്ല. ഇത് പഠിപ്പിക്കുന്ന നമ്മുടെ വർഗീസ് അച്ചാൻ. എന്നോട് ഇടയ്ക്ക് ഒരു അച്ചായനോട് ഇന്ന് ക്ലാസ് എടുക്കുന്നുണ്ടോ, നമ്മുടെ വർഗീസ് അച്ചാൻ ഈ കാര്യമൊക്കെ പഠിപ്പിക്കാറ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. പുള്ളിക്കാരൻ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട്, നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് കാറുന്നത്, ബഹളം വെക്കുന്നത്, തരണേ തരണേ തായേ തായേ എന്നും പറഞ്ഞിട്ട് എന്തിനാ ബഹളം വെക്കുന്നതൊക്കെ അദ്ദേഹം ചോദിക്കാറുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അടുത്തത് എന്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാലേ, ഞാന് ഈ എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും അല്ല. അപ്പം ചിലർ പറയുന്നു, ശബരിമല പോയി ഞാൻ പോയിട്ട് പറഞ്ഞു ബജറംഗ് ബലിയാണ് എന്റെ കുടലല്ല, എന്റെ ഹൃദയ ശസ്ത്രക്രിയ നടന്നു, ബജറംഗ് ബലിയാണ് എന്നെ സൃഷ്ടിച്ചത്. ചിലർ പറഞ്ഞു ഞാൻ അവിടെ പോയി ഉരുളി കമത്തിയപ്പോഴാണ് എനിക്ക് കൊച്ചുണ്ടായത്. ചിലർ പറഞ്ഞു വേളാങ്കണ്ണി പോയി മെഴുകുതിരി കത്തിച്ചപ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ, തീർത്ഥാടനത്തിന് പോയത്. അപ്പം പെന്തക്കോസ്തുകാരായ ഞങ്ങൾ പറയും ഉപവാസത്തിലിരിക്കുന്നു. അപ്പൊ ലോകത്തിലുള്ള സകലരും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം ആളുകൾ, നിരീശ്വരവാദികളുടെ കാര്യം എനിക്കറിയത്തില്ല, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അവർക്കും വിടുതൽ കിട്ടുന്നു, ഇവർക്കും വിടുതൽ കിട്ടും. ശബരിമല പോയിട്ടും അവൻ സൗഖ്യമാവുന്നെന്ന് അവർ അവകാശപ്പെടുന്നു. ഇതിപ്പോ ശബരിമല നോക്കിയിട്ട് ഞാൻ പറഞ്ഞ നാളെ എനിക്കെതിരെ ട്രോള് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരവകാശപ്പെടുന്നു ഞാൻ ശബരിമല പോയിട്ടാണ് എനിക്ക് സൗഖ്യം കിട്ടിയത്, ഞാൻ ഉരുളി കമത്താൻ പോയിട്ടാണ് എനിക്ക് ഇത് കിട്ടിയത്, ഞാൻ ചാറ്റാനിക്കര പോയിട്ട് അവിടെ ഇത് ചെയ്തപ്പോഴാണ് കിട്ടിയത്. നമ്മുടെ പ്രാർത്ഥന മാത്രമാണോ ദൈവം കേൾക്കുന്നത്? ഈ മറ്റു മതത്തിൽ ആളുകളും പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്കും വിടുതൽ കിട്ടുന്നുണ്ട്, അവരും ഗൾഫിൽ പോകുന്നുണ്ട്, അമേരിക്കയിൽ പോകുന്നുണ്ട്, അവരുടെ കൊച്ചുങ്ങളും പാസ്സാവുന്നുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സുവിശേഷൻ, കൊച്ചു പയ്യൻ +2 പാസ്സായി. പുള്ളി പറഞ്ഞു, ദൈവം എന്നെ സഹായിച്ചു, ഞാൻ +2 പാസ്സായി. അപ്പൊ അടുത്ത ഒരാൾ അതിന് താഴെ ഒരു കമന്റ് എഴുതി, +2 പാസ്സായി, ഓക്കെ, നിനക്ക് വല്ല റാങ്ക് വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ നിനക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടോ, നിനക്ക് എത്ര ശതമാനം മാർക്കുണ്ടോ? അപ്പൊ അവൻ എഴുതി, ഞാൻ ജയിച്ചു. അപ്പൊ ഈ ജയിച്ചാനാണോ നീ വലിയ പറഞ്ഞത്? നിന്റെ അപ്പുറത്തിരിക്കുന്ന ഹിന്ദു, അതിന്റെ അപ്പുറത്തിരിക്കുന്ന മുസ്ലിമും 90%, 95% മാർക്ക് മേടിച്ച് പാസ്സായി. അന്നേരം നിനക്ക് 65% മാർക്കേ കിട്ടിയിട്ടുള്ളൂ. ഏത് ദൈവം, ആരുടെ ദൈവം ആരിലാണ് കൂടുതൽ പ്രവർത്തിച്ചത് എന്ന് ഒരു കമന്റിൽ ചോദിച്ചു. അന്ന് ഞാനത് എന്റെ മനസ്സിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ചോദിക്കാൻ എന്തെങ്കിലും ഇതുപോലുള്ള സന്ദർഭങ്ങൾ. അപ്പൊ ഈ നമ്മൾ പ്രാർത്ഥിക്കുന്നപ്പോ പറയാം, ക്രിസ്ത്യാനി പ്രാർത്ഥിക്കുമ്പോഴും കാര്യങ്ങൾ നടക്കുന്നു, ബന്ധക്കോസുകാരെ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നു, ഹിന്ദുവും മുസ്ലിമും ജൈനനും പാർസി എല്ലാം പ്രാർത്ഥിക്കുമ്പോഴും അവന്റെ പ്രശ്നങ്ങൾ നടക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ശരിക്കും? അല്ല, ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പൊ നല്ല കാലം വരുന്നു, ഇപ്പൊ എലി പിടിക്കുന്നവന് നല്ല കാലം വന്നാൽ 10 എലിയെ കൂടുതൽ കിട്ടും. ഇപ്പം കാറുകൾ വാങ്ങുന്ന ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നതിന് നല്ല കാലം വന്നാൽ അവൻ 10 പുത്തൻ കാറ് മേടിക്കും. ഇവന് 2 പേർക്കും നല്ല കാലമായിരിക്കും വന്നത്. അപ്പൊ അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. അവനവന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ടും. പൊതുവായിട്ട് നമ്മൾ പറയുമ്പോൾ മനുഷ്യവർഗത്തെ ദൈവത്തിൽ നിന്ന് മാറ്റി കാണാതെ മനുഷ്യനിൽ തന്നെ ദൈവാംശമുണ്ട്, മനുഷ്യൻ തന്നെയാണ് ദൈവം എന്ന് മനസ്സിലാക്കുക. അതാണ് ഏറ്റവും പ്രധാനമായ അണ്ടർസ്റ്റാൻഡിങ്. ഇത് ദൈവത്തിൽ നിന്ന് വ്യത്യസ്തനായിട്ട് മനുഷ്യനെ വെച്ചിട്ട് അകലെ ഇരുന്നൊരു ദൈവം നമുക്ക് മിസൈൽ പോലെ അനുഗ്രഹം അയക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. നിനക്കുള്ള അനുഗ്രഹം നിന്റെ ചുറ്റുപാടുകളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. ആ വഴിയിലേക്ക് കിടന്ന മനുഷ്യന്റെ അനുഗ്രഹം ശമരിയക്കാരനിൽ നിക്ഷേപിച്ചിരുന്നു. അപ്പൊ നമ്മൾ കണ്ടെത്തുക നമ്മുടെ അനുഗ്രഹത്തെ. അതിനാണ് ഈ സൂക്തങ്ങളെല്ലാം നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ മതവിശ്വാസത്തിൽപ്പെട്ട ആളുകളും അനുഗ്രഹീതരാകട്ടെ, അവരും ചുറ്റുപാടുകളിൽ മനുഷ്യരിൽ ദൈവത്തെ കണ്ടെത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെയുള്ള ഒന്ന്, അല്ല, ഞാൻ എന്റെ ചോദിക്കുന്നത്, എല്ലാ മതത്തിൽപ്പെട്ടവരുടെയും പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഉണ്ട്. എല്ലാ മതത്തിൽപ്പെട്ടവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. മലാഖിയുടെ പുസ്തകം 1:11 വായിച്ചു നോക്ക്. പാസ് അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആളുകൾക്ക് ഈ സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതാണ് എന്റെ സംശയം നിവാരണം വരും. 1:11 എന്റെ ഓർമ്മയിൽ അങ്ങനെയാ. 1:11 ആയില്ലേ, ഇല്ലെങ്കിൽ ഞാൻ സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ എന്റെ നാമം ജാതികളിടയിൽ വലുതാകുന്നു, എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു, എന്റെ നാമം ജാതികളിടയിൽ വലുതാകുന്നുവല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യും. ലോകത്തെവിടെയും നടത്തുന്ന ധൂപാർപ്പണകളും പ്രാർത്ഥനകളും എല്ലാം അൾട്ടിമേറ്റ്ലി ദൈവത്തിന്റെ അടുത്ത് തന്നെയാണ്. ദൈവം എല്ലാ ആരാധനയിലും പ്രസാദിക്കുന്നുണ്ടെന്നാണ് ബൈബിളിൽ എഴുതി വെച്ചത്. അതൊന്ന് വിവരിക്കേണ്ടിയിരിക്കുന്നു. അപ്പം പാസ്റ്റർ പറയുന്നത്, ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു, മലയാളത്തിൽ ദൈവമേ എന്നാണ് ദൈവത്തെ വിളിക്കുന്നത്. ദൈവം, അത് ദൈവം എന്നുള്ളതും ഈശ്വരൻ എന്നുള്ളതും ഭഗവാൻ എന്നുള്ളതും മുസ്ലിങ്ങൾ പറയുന്ന അള്ളാഹു എന്ന് പറയുന്നതും ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചു നോക്കുമ്പോൾ, എന്റെ അഭിപ്രായമല്ലോട്ട് പറഞ്ഞു, ഞാനതൊന്നും പറയില്ല, ഇതെല്ലാം ദൈവത്തിന് നിർദ്ദേശിക്കപ്പെട്ട പേരുകളാണ്. അപ്പൊ ദൈവം എന്നും ഈശ്വരൻ എന്നും അള്ളാഹു എന്നും ഭഗവാൻ എന്നും ദേവൻ എന്നും അല്ലെങ്കിൽ എന്തുവേ, ഇതെല്ലാം ദൈവത്തിന്റെ പേര്. ഇപ്പൊ ദൈവം എന്ന പേരിന്റെ
ഇത് പര്യായ പദങ്ങൾ എഴുതുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വരും അതിൻ്റെ അകത്ത്, ഇല്ലേ? ഭഗവാനും വരും, ഇതെല്ലാം വരും. അങ്ങനെയാണെങ്കിൽ ദൈവമേ എന്നൊരൊറ്റ വിളി കൊണ്ട് ഏത് മതത്തിൽപ്പെട്ടവരും ഏത് ജാതിയിൽപ്പെട്ടവരും വിളിച്ചാലും ഒരു ദൈവമല്ലേ ഉള്ളൂ. 4200 മതങ്ങളുണ്ടെന്നാണ് അന്നത്തെ ആ ഡിബേറ്റിൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടത്. ഈ 4200 മതങ്ങളിലുള്ളവരും പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എന്നാ വിളിക്കുന്നത് അവന്റെ ഭാഷയില്. അവരാ പറഞ്ഞ 4200 മതം ഉണ്ടെന്ന്. എന്റെ അഭിപ്രായത്തിൽ ലോകത്ത് 10 മതമേ ഉള്ളൂ. 10 മതങ്ങളെന്നാ ഞാൻ പറയുന്നത്. 4200 അവരുടെ കണക്കാട്ടോ. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ ഇംഗ്ലീഷിലായാലും ഹിന്ദിയിലായാലും മലയാളത്തിലായാലും എല്ലാം ദൈവം എന്നുള്ളതിന് പര്യായ പദങ്ങളുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം ഒന്നിലേക്ക് തന്നെയാണ് ചെല്ലുന്നത് എന്നാണ് പാസ്റ്റർ പറഞ്ഞത്. ഒറ്റൊരു ദൈവം. there is only one God and ആ ഗോഡിന്റെ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ആണ് എല്ലാ മനുഷ്യരും. എല്ലാ മനുഷ്യന്റെ ഹൃദയത്തുടിപ്പോളെ വരെ കേൾക്കുന്ന ആ ദൈവം തന്നെയാണ്. ഒരു ദൈവമേ ഉള്ളൂ. അല്ല, അത് ഞാൻ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വിടുതൽ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മാത്രം വിടുതലുള്ളൂ. ഞാൻ ബന്ധക്കോസുകാരൻ TPA-കാരനായിട്ട് ജീവിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ പ്രാർത്ഥന മാത്രമേ ഞങ്ങളുടെ ആളുകൾ മാത്രമേ സൗഖ്യമാകുന്നുള്ളൂ. പക്ഷെ അപ്പുറത്ത് നോക്കി കഴിഞ്ഞപ്പോൾ യാക്കോക്കാരന്റെയും മർത്തോമക്കാരന്റെയും CSA-കാരന്റെയും ഒക്കെ വീട്ടിൽ സൗഖ്യമാകുന്നു. അങ്ങനെയാണ് അതൊരു പഠന വിഷയമാക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി എല്ലാ മനുഷ്യനും അനുഗ്രഹമുണ്ട്. ഇപ്പൊ സുന്ദർ പിച്ചെ എന്ന് പറയുന്ന ഗൂഗിളിന്റെ ചെയർമാൻ അല്ലെങ്കിൽ അതിന്റെ CEO, അദ്ദേഹം ദൈവം പണം തന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാണെങ്കിൽ അംബാനിയുടെ ദൈവമാണ് ഏറ്റവും വലിയ ദൈവം എന്ന് പറയേണ്ടി വരും. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളാണ് അംബാനി. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ അമ്പലങ്ങളെല്ലാം പോകുമ്പോൾ കോടിക്കണക്കിന് രൂപ ദാനം കൊടുക്കും. ഞാനിത് പൊതുജനത്തിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇതിൽ നിന്ന് എന്താണ് ഒരു സാധാരണക്കാരനായ ഒരാൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പിന്നെ ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന് ഋഗ്വേദത്തിൽ പറയുന്നത്. ഏകം സത് വിപ്ര ബഹുധാ വദന്തി, ഏകമാണ് സത്യം. സത്യം എന്ന് പറഞ്ഞാൽ അത് ഒന്നേ ഉള്ളൂ. വിപ്രന്മാർ എന്ന് പറഞ്ഞാൽ അറിവുള്ള ആളുകൾ അത് അവരുടെ രീതിയിൽ ബഹുവിധത്തിൽ അവരെ പറയുന്നു, വിശേഷിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് അർത്ഥമില്ല. There is only one God. അപ്പൊ ആ ദൈവത്തിന്റെ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്സിലാണ് എല്ലാ മനുഷ്യരും നിൽക്കുന്നത്. പാസ്റ്റർ അതിന് മറുപടി പറഞ്ഞാണെങ്കിലും ഒന്നുകൂടെ ചോദിക്കുകയാണ്, പ്രാർത്ഥന ദൈവത്തെ മാറ്റുന്നുണ്ടോ അതോ പ്രാർത്ഥിക്കുന്ന മനുഷ്യനെയാണോ മാറ്റുന്നതെന്നൊരു ചോദ്യം ഉണ്ട്. അതിന് പാസ്റ്റർ മറുപടി പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് മാറുന്നതെന്ന് പറഞ്ഞായിരുന്നു, അല്ലേ? നമ്മളെ മാറുന്നത്. അടുത്തത് ഈ പ്രാർത്ഥനയും വിശ്വാസവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വിശ്വാസം ഇല്ലാതെ പ്രാർത്ഥിച്ചാൽ ഫലിക്കുമോ? എന്താണ് ഈ പ്രാർത്ഥനയും വിശ്വാസവും തമ്മിലുള്ള ഒരു ബന്ധം? വിശ്വാസം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, അത് ഞാൻ പാസ്റ്ററോടാ ചോദിക്കുന്നത്. വിശ്വാസം യേശുക്രിസ്തുവിന്റെയാണ്. പെന്തക്കോസ്തുകാർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് നമ്മൾ വിശ്വസിക്കണമെന്ന്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഫെയ്ത്ത് ബിലോങ്സ് ടു ക്രൈസ്റ്റ് ജീസസ് പിസ്റ്റിസ് ക്രിസ്റ്റോ. അതായത് ക്രിസ്തുവിന്റെ വിശ്വാസം നമ്മളെ വിടുവിക്കുന്നതും നമ്മളെ നീതീകരിക്കുന്നതും നമ്മളെ രക്ഷിക്കുന്നതും ക്രിസ്തുവിന്റെ വിശ്വാസമാണ്. ബൈബിളിൽ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ, ഈ വിശ്വാസം ആരിലാ ഉള്ളത്? സാജു പാസ്റ്ററിലല്ല, ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ. അതായത് സാജുവിലുള്ള വിശ്വാസത്താലല്ല, ഷിബുവിലുള്ള വിശ്വാസത്താലല്ല, ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. അപ്പൊ വിശ്വാസത്തിന്റെ നായകൻ ആരാണ്? യേശുവാണ്. വിശ്വാസത്തിന്റെ ഓതർ ഓഫ് ഫെയ്ത്ത് ആരാണ്? യേശുവാണ്. ഓതർ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ബുക്കിന്റെ ഓതർ എന്ന് പറഞ്ഞാൽ അതാണ്, ആ ബുക്കിന്റെ ഓതർ ഇന്നയാളാണ്. അപ്പൊ അയാളല്ല അതിന്റെ ഓതർ. ഫെയ്ത്തിന്റെ ഓതർ ആരാ? യേശുവാണ്. അല്ലാതെ ഞാൻ. അപ്പൊ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിൽ യേശുക്രിസ്തുവിനുള്ള അചഞ്ചലമായ വിശ്വാസത്താൽ മനുഷ്യവർഗം രക്ഷപ്പെട്ടിരിക്കുന്നു. നമുക്കാർക്കും പിതാവായ ദൈവത്തെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം സാജു പാസ്റ്റർ കണ്ടിട്ടുമില്ല, അറിവുമില്ല, ഒന്നുമില്ല. അപ്പൊ യേശുക്രിസ്തുവിൽ എന്തുണ്ടായിരുന്നു? ആ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്താൽ ക്രിസ്തുയേശു എന്ത് ചെയ്തു? തന്റെ പ്രാണനെ പിതാവിന് ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പൊ ഞാന് അമേരിക്കയിലോട്ട് പോരാൻ നേരത്ത് ഒരു 5 കോടി രൂപയും 1000 പവനും ഒരു പെട്ടിക്കകത്ത് സാജു പാസ്റ്റർ ഏൽപ്പിച്ചു പോലും. എനിക്ക് സാജു പാസ്റ്റർ വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ ഏൽപ്പിക്കുന്നത്. ഞാൻ തിരിച്ചു വരുമ്പോൾ സാജു പാസ്റ്റർ ചോദിക്കുക എനിക്ക് ഇയാൾ അറിയത്തു പോലും ഇല്ല എന്ന് പറഞ്ഞാലോ. അപ്പം വിശ്വാസത്തിന്റെ നായകനാകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ യേശു സ്വന്തം പ്രാണനെ പിതാവെ എന്റെ ആത്മാവിനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എന്നിട്ട് ഇദ്ദേഹം കവറിനകത്ത് പോയി 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞിട്ട് അനക്കമില്ല. അപ്പൊ യേശു ക്രിസ്തുവിന്റെ വിശ്വാസം ശരിയായിരുന്നെന്ന് 3-ാം ദിവസം തെളിഞ്ഞു. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ സീക്രട്ട്. ഇതാണ് വിശ്വാസം. അല്ലാതെ അപ്പുറത്ത് ചന്തിയിട്ട് കുത്തുന്ന സാറാമ്മയുടെ വിശ്വാസമോ തമ്പരടിച്ച് പൊട്ടിക്കുന്ന തോമാച്ചന്റെ വിശ്വാസമൊന്നും അല്ല വിശ്വാസം. ഇത് എന്റെ വിശ്വാസം. ഇനി നിന്റെ അല്ല, യേശുവിന്റെ വിശ്വാസം. ഇപ്പൊ യേശുവിന്റെ വിശ്വാസത്താലാണ് മനുഷ്യവർഗം രക്ഷപ്പെട്ടിരിക്കുന്നത്. അത് എല്ലാവർക്കും ഉണ്ട്. അത് ഞാൻ ഇരുന്ന് വിശ്വസിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ എന്ത് തേങ്ങയെ വിശ്വസിച്ച്? നല്ലൊരു പാമ്പ് വന്നാൽ നമ്മുടെ വിശ്വാസം പോകും, ഓടും നമ്മള്. ഞാൻ ഓടും കേട്ടോ. സായിപ്പാസ് ഓടുവോ? ഒരു പുലി ചാടി ഞാൻ ഓടും.
ഞാൻ അതിന് മുമ്പിൽ ഓടും. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ വിശ്വാസം പാമ്പ് വന്നല്ല, ഒരു പട്ടി കുറച്ചുകൊണ്ട് ചാടിയാ ഓടും. ഓടും. പട്ടി ഓടുവോ നമ്മൾ ഓടുവോ, സ്പീഡിൽ ആരും ഓടുന്നോ അവര് നേടും. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് എന്നാന്ന് ചോദിച്ചാ, ഈ യേശുക്രിസ്തുവിന്റെ വിശ്വാസം അല്ലാതെ മനുഷ്യർക്ക് ഇവിടെ എന്ത് വിശ്വാസമുള്ളേ? യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. യേശുക്രിസ്തുവിനെ കണ്ടവരും യേശുക്രിസ്തുവിനെ കേട്ടവരും യേശുക്രിസ്തുവിനെ തൊട്ടവരും നമ്മളോട് പറഞ്ഞു, ദാ ഇങ്ങനെ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു, ഓക്കെ കൊള്ളാം, അവൻ മിടുക്കനാണ്. അതാണ് സഭയുടെ അപ്പോസ്തോലിക വിശ്വാസം, പരമ്പരാഗത വിശ്വാസം. അതുകൊണ്ട് ആ കണക്ഷന് നിൽക്കുന്നവര് ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നു. ഇതുകൊണ്ടാണ് പാരമ്പര്യത്തിന് പ്രാധാന്യമുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. ഇതില്ലെങ്കിൽ പോയി. കാരണം പിന്നെ നമ്മൾ ബന്ധമില്ലെങ്കിൽ എങ്ങനെയാണ് യേശുവിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്? പിന്നെ ബൈബിൾ വായിച്ചിട്ട് ഒരു പുസ്തകത്തിലുണ്ട്, അങ്ങനെ ഓമറിന്റെ ഇലിയുടെ ഒഡീസി ഒക്കെ എടുത്തു. ഇപ്പൊ ഒഡീസിയുടെ സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട്. അതുമെല്ലാം നോക്കിയാൽ പോരെ? എന്തിനാ ബൈബിൾ തന്നെ പിടിക്കുന്നത്? അതുകൊണ്ട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ ബാക്കി കുറെ ചോദ്യങ്ങളുണ്ടല്ലോ, നമുക്ക് അതൊക്കെ വേറൊരു ദിവസം ചെയ്യാം. അപ്പൊ എന്നാ നമുക്ക് അടുത്ത ദിവസം നമുക്ക് വേറൊരു ദിവസം നമുക്ക് ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഇത്രയും സമയം ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ച പാസ്റ്റർ ഷിബു പീഡിയക്കിലോട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു എവരിവൺ ഫോർ ലിസണിങ് അസ്. താങ്ക് യു. ഗ്ലോറിയസ് മൊമെന്റ്സ് കണ്ടതിന് നന്ദി.